കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തരുടെ പരിശുദ്ധ നാമം ഇന്ന് നാൾ രാത്രികളിലും വാഴ്ത്തപ്പെടുവதாக. നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം നാം ഒരുമിച്ച് കർത്തരുടെ മുഖത്ത് ഇന്ന് രാത്രികളിൽ പാർപ്പത് കർത്തർ നമുക്ക് ഏർപ്പെടുത്തുന്ന നല്ല നേരത്തേക്ക് കർത്തർ നന്ദി ചെലുത്തുകയും. ഇന്ന് രാത്രിയിൽ ദൈവം നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രിവേളിലും കർത്തർ നമ്മോട് കൂടെ പേശിയിരിக்கிறார். കർത്താവ് നമ്മളോട് സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ കർത്തർ നമ്മോട് കൂടെ പേശിയിരിക്കുന്ന വിശ്വാസികളുടെ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ ചൊല്ലാമോ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. ഒരു മുறை കൂടെ പിന്നെയും പറയുന്നു, ഇത് നമ്മളെ ദൈവം സന്ദർശിക്കുന്ന സമയമത്രേ. ഇത് നമ്മൾ ദൈവം നമ്മെ സന്ധിക്കുന്ന നേരം. ഇത് ദൈവം നമ്മളെ സന്ദർശിക്കുന്ന സമയമാണ്. ദൈവം നമ്മെ സന്ധിക്കുന്ന നേരം. ഇത് ഇന്ന് രാത്രിയിൽ പരിശുദ്ധ ആത്മാവ് വൻ കാര്യങ്ങളെ നമ്മുടെ നടുവിൽ ചെയ്യുമാറാണ്. രാത്രിവേളയിൽ പരിശുദ്ധ ആവിയാനവർ പെരിയ കാര്യങ്ങൾ നമ്മുടെ മധ്യത്തിൽ ചെയ്യുகிறார். എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിக்கிறீங்க? ആമേൻ. എനിക്ക് വേണ്ടി കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യാൻ പോവുകയാണ്. எனக்காக கர்த்தர் பெரிய காரியங்களை செய்ய போகிறார். എന്റെ കുടുംബത്തിന് വേണ്ടി കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യുകയാണ്. എന്റെ കുടുംബത്തിനായി കർത്തർ പെരിയ കാര്യങ്ങൾ ചെയ്യുகிறார். പ്രിയ പാസ്റ്റർ പറഞ്ഞ പോലെ എന്റെ പെരിയമ്മായി ഹോസ്പിറ്റലായിരിക്കുന്നു. പാസ്റ്റർ சொன்னதுപോലെ പാസ്റ്ററുടെ പെരിയമ്മായി ഹോസ്പിറ്റലിൽ ഇരിക്കறாங்க. എന്റെ കുടുംബത്തിൽ എന്നോട് ഭയങ്കര സ്നേഹമുള്ള എന്റെ പെരിയമ്മയ്ക്കാണ്. എന്റെ കുടുംബത്തിൽ എന്നോട് ரொம்ப நேசிக்கிறது என்னோட பெரியம்மா. ഇന്നലെ രാത്രി തനിക്ക് ശാരീരികമായ ഒരു ക്ഷീണം ഉണ്ടായി. നേരത്തെ രാത്രി അവങ്ങളുടെ ശരീരത്തിൽ ഒരു സോർവുണ്ടായിരുന്നു. ഇപ്പോൾ താൻ ബെറ്റർ ആയിട്ട് ഐസിയുലാണ്. ഇന്ന് നാളെ പുറത്തിറങ്ങുമെന്ന് ചിന്തിക്കുന്നു. ഐസിയുവിൽ ഇരുന്നാൽ அவங்க ഉടൽനിലയിൽ മുന്നേറ്റം இருக்கிறது. நாளைக்கு ஒருவேளை டிஸ்சார்ஜ் ஆகுவாங்க. പ്രത്യേകം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർത്താട്ടെ. உங்களுடைய ஜெபத்தில் நினைத்துக் கொள்ளுங்கள். ഞങ്ങളെയും ഓർത്ത് ദയവായി പ്രാർത്ഥിച്ചാട്ടെ. எங்களையும் நினைத்து தயவாய் ஜெபித்துக் கொள்ளுங்கள். നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുമെന്ന് പറയുന്ന കരമൊന്ന് ഉയർത്തിയാണ്. உங்களுடைய ஜெபத்தில் எங்களை நினைத்துக் கொள்கிறவர்கள் கரங்களை உயர்த்திக்கலாமா? നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. உங்களுடைய ஜெபம் எங்களுக்கு மிகவும் அவசியம். കാരണം ഒരു ഭാഗത്ത് നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ, കാരണം ഒരു പക്കത്തിൽ യുദ്ധത്തെ ചെയ്യുമ്പോൾ അവൻ മറുഭാഗത്ത് അറ്റാക്കുകളുമായി പിശാച് ഇങ്ങനെ നിൽക്കുകയാണ്. മറുപക്കത്തിൽ പിശാച് താക്കുതற்கு റെഡിയാಗಿ നിൽക്കുകയാണ്. എങ്ങനെയും തകർത്ത് കളയണം, എങ്ങനെ ഒതുക്കണമെന്ന് പറഞ്ഞാണ്. എപ്പടിയാത് തകർക്ക വേണ്ടുമെന്ന് പിശാച് ആയത്തമായി നിൽക്കുകയാണ്. ദൈവമക്കളുടെയും ദൈവസഭയുടെയും ദൈവദാസന്റെയും ഒക്കെ പ്രാർത്ഥന ഞങ്ങൾക്ക് വലിയ കോട്ടയാണ്. ദൈവജനത്തോടെ ദൈവപിള്ളയുടെ ദൈവ ഊഴിയക്കാരുടെ ജപം ഞങ്ങൾക്ക് പെരിയൊരു കോട്ടയായി அமைகிறது. എല്ലാവരും അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും അന്യഭാഷയിൽ ജപിക്കലാമാ. अर्जमना हमदर प्रभम जनन धुरगच्छसि अर्थर प्रभम शिखलर बौधिया रगम सदल खराजनम रिखलर बलबर बौष्मर्थर प्रभम जनतिया रगच्छसि अर्थर രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രിയിൽ അഴിയട്ടെ. ഉലകത്തിന്റെ കട്ടുകൾ രാത്രിയിൽ അഴിഞ്ഞു പോവதாக. രോഗത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. ഉലകത്തിന്റെ നട്പുകൾ അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗത്താൽ പിശാച് കെട്ടിയത് ഇന്ന് രാത്രിയിൽ അഴിയണം. വ്യാധികളാൽ കെട്ടപ്പെട്ട പിശാചിന്റെ കട്ടുകൾ അഴിഞ്ഞു പോവதாக. ആ രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രിയിൽ അഴിഞ്ഞു മാറണം. വ്യാധിൻ കട്ടുകൾ അഴിഞ്ഞു പോവதாக. പരിശുദ്ധാത്മാവ് ഇന്ന് വൈകിട്ട് എന്നോട് സംസാരിച്ചു. പരിശുദ്ധാത്മാവ് സായങ്കാലത്ത് എന്നോട് കൂടെ ഇടപെട്ടാർ. രോഗത്താൽ ബന്ധിക്കപ്പെടുന്നതും ബന്ധിക്കപ്പെടാൻ പിശാച് പ്ലാൻ ചെയ്തതുമായ പദ്ധതികളെ കർത്താവ് ഇന്ന് രാത്രി അഴിക്കാൻ പോവുകയാണ്. വ്യാധികളാൽ സ്തോത്രം താക്കപ്പെട്ടിരിക്കുന്നവരും പിശാച് താക്കുന്നത് ആയത്തമായിരിക്കുന്നവരും കർത്തറിന്റെ വിടുതലയാക്ക പോകുകയാണ്. രാത്രിയിലെ ശരീരത്തിനകത്ത് വല്ലാതെ രോഗമുണ്ടോ? രോഗമില്ല. എന്നാൽ അതിൻ്റെതായ വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരെ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. രാത്രി വേളയിൽ ചിലർക്ക് ശരീരത്തിൽ വ്യാധികളുണ്ട്. വ്യാധികളിൽ ആരിരുന്നാലും അപ്പിപ്പെട്ടവർ ഇക്കട്ടാണ് നിലമുള്ള പോകുന്നവർ കൂടെ പരിശുദ്ധാത്മാവിന് ഇടപെട പോകുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ജപിക്കലാം. പ്രഭം ശകൽ ഖരാസിയാധന പ്രഭം ജനാധികൾ ഖരഗച്ഛസിയാം Rikala rabala bara bausha bara gajagal khara prabam janadhura baudiya Rikala raba shamthula rala bausha se prabam chara dhanasiya Rikala raba shatura bana hamdura bala bautara la basha khala ba uraba raba shatura bana dura prabam jana dhara basha dhana Rikala rala la 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 baute bara bala bausha bara gajana uraba raba shamthura rala bausha marthara prabam janadhiga chasiya യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിലും യേശുവിൻ നാമത്തിൽ 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 യെസ് യെസ് ലോർഡ് റിഖാ മാ ശംധുരാ ലാബാ ജൂഠാരാ ലാബാ ശംധുരാ ലാ റാബാ റിഖാ ബാബാ സതുരാ മാ ശംധുരാ ബൗധി റിഖാ ബാബാ ബാ സതാരാ ബാ ശംധന Rikala raba shatura madras prabadhana dhana. Yes. Ti shakala raba santuni. Rikala raba shantura mana. Rikala raba shatala prabha jana dhana.
Rikala raba shakala raba satura mana. Rika baba shakala raba satara prabha. Yes, യേശുവിന്റെ നാമത്തിൽ അഗ്നി 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 ഇറങ്ങട്ടെ, അഗ്നി ഇറങ്ങട്ടെ, അഗ്നി ഇറങ്ങട്ടെ, അഗ്നി ഇറങ്ങട്ടെ. രോഗബന്ധനങ്ങൾ അഴിയട്ടെ, രോഗക്കെട്ട് അഴിയട്ടെ, രോഗക്കെട്ട് അഴിയട്ടെ, കെട്ട് അഴിയട്ടെ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ജോയിന്റ് പെയിൻസ് സൗഖ്യമാകട്ടെ, മുട്ടുവലികൾ സുഖമാകട്ടെ, ജോയിന്റ് പെയിൻ സൗഖ്യമാകട്ടെ, മുട്ടുവലികൾ ശരിയാകട്ടെ, മൈഗ്രെയിൻ സൗഖ്യമാകട്ടെ, തലചുറ്റുകൾ വ്യാധികൾ സുഖമാകട്ടെ യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ ബിപി നോർമൽ ആകട്ടെ, ബിപി നോർമൽ ആകട്ടെ, ഷുഗർ നോർമൽ ആകട്ടെ ഷുഗർ നോർമൽ ആകട്ടെ യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ. യെസ് 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 യെസ്. ഹല്ലേലൂയ. ഓര ബരഗശസിയാം ചല പ്രഭം സിയാധന രാഷ്പഥന ബൗഷിയാധന ഹസ്തരാധന റിഖല റബ ശംധുരല റബൗതി വിരിയ ഹസ്തര മർദ്ദന ശിഖലബ സത. യെസ് ലോർഡ്, യെസ് ലോർഡ്, യെസ് ലോർഡ്. ദിനത്തിന്റെ മേൽ ദൈവപ്രവൃത്തി, ദിനത്തിന്റെ മേൽ ദൈവപ്രവൃത്തി. രാഷ് ബാധാര ശിഖ ലെബ്രോകോ സഥാർ ബാഷ്മസോതിയാലക റിഖല റബഷ്മധോനിയ സതന. നിന്നെ കെട്ടിയതെല്ലാം ഇന്ന് രാത്രി അഴിയണം. കട്ടിരിക്കുന്ന എല്ലാ കട്ടുകളും രാത്രി നിന്നെ ഒതുക്കിയതെല്ലാം ഇന്ന് രാത്രി അഴിയണം. സ്തോത്രം. ഒതുക്കി എല്ലാ കട്ടുകളും അഴിഞ്ഞു പോകുന്നതാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. പാമ്പുകളെയും തേളുകളെയും മിതിത്ത് പോടാൻ നിങ്ങൾക്ക് അധികാരം കൊടുക്കറേ. ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല. ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല. ബാധിക്കാതെ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. അത് യേശുവിൻ നാമത്തിൽ തന്നെ. യേശുവിൻ നാമത്തിൽ കരമുയർത്തി ആമേൻ. കരങ്ങളെ ഉയർത്തി. എത്ര പേർ വിശ്വസിക്കുന്ന കർത്താവ് നമ്മളെ തൊടുകയാണ്? എത്ര പേർ വിശ്വാസികൾ കർത്താവ് നമ്മെ തൊടയിരിക്കാറ്? വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, വേദാഗമത്തെ പഠിക്കുമ്പോൾ, ആമേൻ, ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ ആമേൻ നമ്മൾ പഠിക്കുമ്പോൾ, ലൂക്ക 5-ാമത് അധികാരത്തെ പഠിക്കുമ്പോൾ, രാത്രി നിങ്ങൾ അത് വീട്ടിൽ പോയി നിങ്ങൾ വായിച്ചു നോക്കണം. നിങ്ങൾ അത് വീട്ടിൽ പോയി പഠിക്ക വേണ്ടും. യേശു കർത്താവ് ആമേൻ ഗന്നസരത്ത് തടാകത്തിലേക്ക് വരികയാണ്. യേശു കെസനരേത്ത് കടൽക്കരയിലേക്ക് വരികയാണ്. ഗന്നസരത്ത് തടാകത്തിലേക്ക് യേശു കടലരികെ യേശു വരുகிறார். യേശു ആമേൻ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ശീമോൻ മീൻ പിടിക്കുന്നത് കണ്ടു. യേശു അങ്ങ് വന്നപ്പോൾ ശീമോൻ മീൻ പിടിക്കുന്നதை பார்க்கிறார். ആമേൻ, അവർ മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞ് അവർക്കൊന്നും ലഭിക്കാതെ പടക് അല്ലെങ്കിൽ വല കഴുകി വെക്കുകയായിരുന്നു. മീൻ പിടിത്ത് മുടിക്കുമ്പോൾ ഒന്നും കിടക്കാതെ വലകളെ അലസിക്കൊണ്ടിരുന്നാர்கள். യേശു കർത്താവ് ശീമോനോട് പറഞ്ഞു, നിന്റെ പടകിൽ ആമേൻ, നിന്റെ പടകിൽ ഞാൻ കയറട്ടെ എന്ന് യേശു ശീമോനോട് പറഞ്ഞു. യേശു ശീമോനോട് കേട്ട അവനുടെ പടകിൽ ഞാനും വരട്ടുമാ എന്ന്. ആമേൻ, അവന്റെ പടകിൽ യേശു കയറി. അവന്റെ പടകിൽ യേശു കയറിനാർ. കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. கொஞ்சம் ആഴത്തിൽ തള്ളിക്കൊണ്ട് പോകുമ്പടി അവനെ കേട്ടുകൊണ്ടാർ. ആമേൻ, അങ്ങനെ യേശു കർത്താവ് പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. പടകിൽ ഏറിയിരുന്ന് യേശു പ്രസംഗം பண்ண ആരംഭിച്ചു. യേശു കർത്താവ് വന്നു കൂടിയ യേശു കർത്താവ് എവിടെ പോയാലും അനേക ആയിരക്കണക്കിന് ജനങ്ങൾ തന്റെ അടുത്ത് വരുമായിരുന്നു. യേശു ക്രിസ്തു പോകുന്ന ഇടങ്ങളെല്ലാം അവരെ പിന്തുടർന്ന് പല ആയിരം ജനങ്ങൾ പോയിക്കൊണ്ടിരുന്നു. കാരണം നിത്യജീവന്റെ മൊഴികൾ തന്റെ പക്കൽ ഉണ്ടല്ലോ. ഏനെന്നാൽ അവരുടെ നിത്യജീവനൊക്കെ വാർത്തകൾ അവരുടെ അടുത്ത് ഇരുന്നത്. ആമേൻ, തന്റെ വചനം കേൾക്കുമ്പോൾ സമയം പോകുന്നതറിയത്തില്ല. അവരുടെ വചനത്തെ കേൾക്കുമ്പോൾ നേരം പോകുന്നതേ தெரியாது. ആമേൻ, 5000-ലധികം പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ ആമേൻ 3 ദിവസം ഭക്ഷണം കഴിക്കാതെ യേശുവിന്റെ ആ സാന്നിധ്യത്തിനകത്തിരുന്ന് 5000-க்கு அதிகமான புருஷர்கள் ஸ்திரீகள் 3 நாட்கள் சாப்பிடாம அவருடைய பிரசன்னத்தில் உட்கார்ந்திருந்தார். வசனத்தை கேட்டார்கள். ബാലൻ കൊണ്ടുവന്ന അപ്പം പോലും ആ കൊച്ചു ബാലൻ കഴിച്ചില്ല. அந்த சின்ன பையன் கொண்டு வந்த அப்பத்தை கூட அந்த சின்ன பையன் சாப்பிடவில்லை. കൊച്ചു കുഞ്ഞു മുതൽ പ്രായമായവരെ വരെ തൊടുന്ന ദൈവത്തിന്റെ മഹത്വം. சின்ன பிள்ளைகள் முதல் பெரியவர்களை தொடுகிற தேவனுடைய ஒரு மகத்தான மகிமை. അതാണ് യേശുവിന്റെ വചനത്തിന്റെ പ്രത്യേകത. அதான் இயேசுவினுடைய வசனத்தினுடைய ஒரு தனித்தன்மை. ആ ശക്തി ഇന്നും നമ്മുടെ നടുവിലുണ്ട്. அந்த தேவனுடைய வல்லமை இன்றைக்கு നമ്മുടെ മധ്യത്തിൽ இருக்கிறது. ആമേൻ, യേശു കർത്താവ് ശീമോന്റെ പടകിൽ കയറി ജനത്തെ മുഴുവൻ ഉപദേശിച്ചു. യേശു ശീമോന്റെ പടകിൽ ഏറി ജനങ്ങൾക്ക് ബോധകം பண்ணினார். വേദപുസ്തകം പറയുന്നു, അവൻ സംസാരിച്ചു തീർന്നപ്പോൾ, വേദം சொல்லுகிறது
அவர் பேசி முடிந்த போது യേശുവിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത இயேசுவின் ஊழியத்தினுடைய ஒரு முக்கியத்துவம் ആദ്യം ഉപദേശം അവൻ കൈമാറും. அவர் முதலாவது அவர் உபதேசம் பண்ணுகிறார். ജനത്തിന്റെ അകത്തേക്ക് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അവൻ പറഞ്ഞു കൊടുക്കും. ജനത്തോട് ദേവന്റെ രാജ്യത്തിനുடைய സ്തോത്രം മുടിച്ചുകളുടെ മർമ്മങ്ങളെ അവർ ചൊല്ലി കൊടുக்கிறார். മർമ്മങ്ങളെ പറഞ്ഞിട്ട് അവൻ പോവുകയല്ല, മറിച്ച് അത്ഭുതങ്ങളിലേക്ക് അവൻ പോവുകയാണ്. ദേവന്റെ രാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ച് അവർ പോകുന്നില്ല, മാറാക അവർ അത്ഭുതങ്ങളെ அந்த இடத்துல செய்கிறார். ഉപദേശിച്ചു തീർന്നപ്പോൾ പത്രോസിനോട് പറഞ്ഞു, അവർ പ്രസംഗിച്ച് മുടിത്തപ്പോൾ പൗലോട് சொல்கிறார், ആഴത്തിലേക്ക് അല്പം നീക്കി നമുക്ക് വല ഇറക്കാം. கொஞ்சம் ஆழத்திலே தள்ளி கொண்டு போய் வலையை போடுகிற சொல்கிறார். ഉപദേശിച്ചു തീർന്നപ്പോൾ, அவர் பிரசங்கித்து முடிந்தபோது, പ്രസംഗിച്ചു തീർന്നപ്പോൾ, அவர் பிரசங்கித்து முடிந்தபோது ആമേൻ പത്രോസിനോട് പറഞ്ഞു ആഴത്തിലേക്ക് വല ഇറക്കാം. அவர் சீமோன் பேதுരുവോട് ആഴത്തിലെ കൊണ്ടുപോയി சொல்கிறார். ആമേൻ ശിമോൻ പറയുകയാണ്, சீமோன் சொல்கிறான், നാഥ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, അയ്യരേ രാ മുഴുവനും ഞങ്ങൾ പ്രയാസപ്പെട്ടു, ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല, ഞങ്ങൾക്ക് ഒന്നും അകപ്പെടവിல்லை. എങ്കിലും നീ ഇവിടെ സംസാരിച്ച ആ പ്രസംഗമില്ലേ, ആനാലും നീങ്ക இந்த இடத்துல பிரசங்கம் பண்ணிரஇல்ல, അതിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്, അതിൽ എനിക്ക് ഒരു നമ്പിക്കയുണ്ട്, അതിൽ എന്തോ ഒരു ജീവൻ എന്നെ തൊട്ടിട്ടുണ്ട്, അതിൽ ഏതോ ഒരു വാർത്ത എന്നെ തൊട്ടതുണ്ട്. ആ ധൈര്യത്തിൽ ഞാൻ വലയിറക്കാം. அந்த தைரியத்தில் வலையை போடுகிறேன். അവർ വലയിറക്കി. அந்த வார்த்தையின்படி வலையை போட்டார்கள். പെരുത്ത മീൻകൂട്ടം പിടിക്കപ്പെട്ടു. അനേക മീനുകളെ പിടിத்துக் கொண்டார்கள். പെരുത്ത മീൻകൂട്ടം അവിടെ പിടിക്കപ്പെട്ടു. മിகுതിயான മീനുകളെ പിടിத்தார்கள். ആമേൻ. ചെറുതും വലുതുമായ ഒരു വലിയ മീനിന്റെ സമൂഹം, ചിന്നതും പെരുസുமான பெரிய ഒരു അനേക മീനുകളെ പിടിத்தார்கள். സംസാരിച്ചു തീർന്നു കഴിഞ്ഞപ്പോൾ, പ്രസംഗിച്ചു മുടിത്ത പിൻപ്, വചനം അവന്റെ അകത്ത് കയറിയപ്പോൾ, വചനം അവന്റെ ഹൃദയത്തിനുള്ളിൽ പോന പിൻപ്, പരാജയപ്പെട്ടു എന്ന് ചിന്തിച്ചവന്റെ മുൻപിൽ ഇതാ അത്ഭുതങ്ങളുടെ പെരുമഴ. തോൽവി എന്ന് നിனைத்தோடு മുൻപായി ഇപ്പോഴും ഒരു പെരിയ ഒരു അത്ഭുതങ്ങൾ വെറ്റിന് ഇന്ന് രാത്രി വചനം അതിന്റെ ശക്തിയോടെ വെളിപ്പെടുകയാണ്. ഇന്ന് രാത്രിയിൽ വചനം വല്ലമയോട് വെളിപ്പെടുகிறது. പ്രാർത്ഥിക്കുന്നവനെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. ജപിക്കുന്നവനെ ദേവൻ ഒരുപോതും വിട്ടുവിടുവതില്ല. ഉണ്മയുള്ളവനെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. ഉണ്മയുള്ളവനെ ദേവൻ കൈവിടുവതില്ല. വേദപുസ്തകം പറയുന്നു, വേദം சொல்லுகிறது, നിഷ്കളങ്കനോട് ഞാൻ നിഷ്കളങ്കൻ, ഞാൻ പുനിതനുക്ക് പുനിതൻ, വക്രനോട് ഞാൻ വക്രൻ, ഞാൻ തീങ്ക് ചെയ്യറവന് തീങ്ക് ചെയ്യറവൻ, നിഷ്കളങ്കനോട് ഞാൻ നിഷ്കളങ്കൻ, പുനിതനുക്ക് പുനിതനായിരിக்கிறேன், വക്രനോട് ഞാൻ വക്രൻ. ഞാൻ തീമൈ ചെയ്യറവൻ തീമൈ ചെയ്യറവൻ. ഇന്ന് രാത്രി നിന്റെ നിഷ്കളങ്ക ഹൃദയത്തെ കണ്ട് ദൈവം നിനക്കായി ഇറങ്ങി വരട്ടെ. രാത്രി വേളയുടെ കളങ്കമില്ലാതെ ഹൃദയത്തെ പാർത്ത് ദേവൻ ഇറങ്ങി വരുகிறார். ഒരു സാക്ഷ്യം ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. ഒരു സാക്ഷി ഇവാറ് കേട്ടിരിக்கிறேன். ഒരു കർത്താവിൽ പ്രസിദ്ധനായ ഒരു ദൈവ മനുഷ്യൻ, ദേവനിൽ വല്ലമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹം കേരളത്തിൽ ശക്തമായ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദേവന്റെ കേരളത്തിലെ പെരിയ ഊഴിയങ്ങളെ നടത്തിക്കൊണ്ടിരിപ്പവർ. ആ സമയത്ത് താൻ ഒരു ചർച്ച് ഹോൾ, ഒരു വലിയ കൺവെൻഷൻ സെന്റർ പോലെ ഒരു ചർച്ച് ഹോൾ താൻ പണിഞ്ഞു. തന്റെ ഇടത്തിൽ ഒരു പെരിയ ഒരു കൺവെൻഷൻ സെന്റർ ഒരു പെരിയ ഒരു ചർച്ച് കെട്ടിടത്തെ കെട്ടിനാർ. ഒത്തിരി നല്ല കാശ് മുടക്കിയാണ് താൻ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനേക പണ ചെലവ് പണി പെരിയ ഒരു കെട്ടിടത്തെ കെട്ടിനാർ. അദ്ദേഹം ശക്തനായ ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. അവർ തുടർന്ന് ജപിക്കുന്ന ഒരു മനുഷ്യൻ. രോഗശാന്തി ശുശ്രൂഷയിൽ ദൈവം ഈ തലമുറയിൽ അദ്ദേഹത്തെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അവർ വ്യാധിസ്ഥരെ സുഖപ്പെടുത്തുന്ന ഊഴിയത്തിൽ ദേവൻ വല്ലമയായി അവരെ ബന്ധപ്പെടുത്തിനാർ. അവൻ തന്റെ ആ ചർച്ച് കെട്ടി മുടിക്കുന്ന ആ സമയമായപ്പോൾ, ചർച്ച് കെട്ടി മുടിയും തരിവായിൽ തന്റെ കോൺട്രാക്ടർ പറഞ്ഞു, அந்த கான்ட்ராக்ட் இவரோடும் சொன்னார், ഇനി ഇത് ഫിനിഷ് ചെയ്ത് കീ തരണമെങ്കിൽ 55 ലക്ഷം രൂപ വേണം. இந்த வேலை முடித்து கீயை உங்க கையில ஒப்படைக்கிறதுக்கு எனக்கு 55 லட்சம் ரூபாய் வேண்டும். എന്തിന്? ഫിനിഷിംഗ് വർക്കിന് വേണ്ടി മാത്രം. அந்த வேலை ஃபினிஷிங் வொர்க்கின் வேலைக்கு மட்டும், ഫിനിഷിംഗ് വർക്കിന് വേണ്ടി മാത്രം 55 ലക്ഷം രൂപ വേണം. அந்த வேலைக்கு ஃபினிஷிங் கடைசி கட்ட வேலைகளுக்கு மட்டும் ஒரு 55 லட்சம் ரூபாய் வேண்டும் என்று. ചർച്ചിന് 6 കോടി രൂപയായി. ചർച്ചിക്ക് 6 കോടി രൂപായി. 1 രൂപ കടമില്ല, 1 രൂപയും കടമില്ല. ഇതുവരെ അപ്പോൾ അത് 55 ലക്ഷം രൂപ ഫിനിഷിംഗ് വർക്കിന് ആവശ്യമുണ്ട്. அந்த கடைசி கட்ட வேலைகளுக்கு மட்டும் 55 லட்சம் ரூபாய் வேணும். അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, എന്റെ കയ്യിൽ 55 ലക്ഷം രൂപ പോയിട്ട് 55,000 രൂപ എടുക്കാനില്ല. என்னோட கையில 55 லட்சத்தை விட்டுட்டு விடுங்க, 55,000 ரூபாய் கூட இல்ல. കാരണം കാശ് വരും, അത് കെട്ടിവിടും. കാരണം என்னன்னா പണം വരുമ്പോൾ അത് കെട്ടി എളുപ്പുറോം. ഈ തന്റെ കയ്യിൽ കൊടുത്ത പേപ്പറുമായി തന്റെ ഓഫീസിലേക്ക് താൻ കടന്നുപോയി. അവരുടെ കയ്യിൽ കൊടുത്ത പേപ്പർ വാങ്ങിക്കൊണ്ട് ഓഫീസിൽ കടന്നു പോയി. തന്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, പ്രാർത്ഥിക്കണം, ഇത്ര രൂപയുടെ ആവശ്യമുണ്ട്. തന്നോട് മനവി അളത്ത് ചൊന്നാർ ജപിക്കണം, ഇவ்வளவு രൂപയുടെ தேவை இருக்கிறது. അദ്ദേഹം ഓഫീസ് റൂമിനകത്ത് ഒരു പായുണ്ട്, ആ പായിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. തന്നോട് അലുവലകത്തിൽ ഒരു പായ പോട്ട് അന്ന് മുളങ്കാലിട്ട് ജപിക്കാൻ ആരംഭിച്ചു. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ആവിൽ ജപിക്കാൻ ആരംഭിച്ചു. അവൻ പ്രാർത്ഥിച്ചു, അവൻ ശക്തമായ ആത്മാവിൽ താൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയാണ്. ആവിൽ വല്ലമായി ജപിക്കാൻ ആരംഭിച്ചു. ദൈവം ഇതിനൊരു വഴി തുറന്നേ മതിയാകത്തുള്ളൂ. ആണ്ടവർ ഇതിற்கு വഴി കണ്ടായി കട്ടിപ്പായി തിറക്കണമെന്ന് ആ പ്രാർത്ഥന
കഴിഞ്ഞപ്പോൾ അവർ ജപിച്ചു മുടിക്കുമ്പോൾ തന്റെ ഫോണിൽ താൻ നോക്കിയപ്പോൾ 5 മിസ് കോൾ കിടക്കുന്നു. തന്റെ ഫോണിൽ ഒരു 5 മിസ് കോൾ ഇരുന്നത് പാർത്താർ. തന്റെ ഒരു ഫാമിലി ഫ്രണ്ട് ആണ് തന്നെ വിളിച്ചത്. തന്റെ ഒരു കുടുംബ നண்பர் ഒരാളെ തിരുந்தார். അദ്ദേഹത്തോട് പാസ്റ്ററോട് ചോദിച്ചു. അവർ പാസ്റ്ററോട് ഫോൺ കേട്ടാർ. പാസ്റ്റർ ബിൽഡിങ്ങിന്റെ ചർച്ച് ബിൽഡിങ്ങിന്റെ ഒക്കെ പണി നടക്കുമല്ലേ? പാസ്റ്റർ ചർച്ച് ബിൽഡിംഗ് വേല നടന്നിട്ടില്ല. ആമേ കാശിന് ആവശ്യമല്ലോ ഉണ്ടോ? പണത്തിക്ക് ഏതാ തേവ ഉണ്ടാ? പാസ്റ്റർ ചോദിച്ചു എന്താണ് കാര്യം? പാസ്റ്റർ കേട്ടാ അപ്പോൾ എന്നാ വിഷയം? അവർ പറഞ്ഞു എന്റെ ബിൽഡിംഗ് ഞാൻ ഇപ്പോൾ വിറ്റു. ആമേ എന്റെ കയ്യിൽ കുറച്ച് പൈസ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ சொன்னா என்னோட ബിൽഡിംഗ് ഇപ്പോൾ വിറ്റേ அதனால കരത്തിൽ கொஞ்சம் പൈസ ഇരിക്കുന്നു. പാസ്റ്റർ ചോദിച്ചു നിന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് ചോദിച്ചു. പാസ്റ്റർ കേട്ടാ ഉங்க കയ്യിൽ എவ்வளவு പണം ഇരിക്കുന്നുണ്ട്? 55 ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞു. 55 ലക്ഷം രൂപ ഇരിക്കുന്നതാ சொன்னார். ഇത്രയൊക്കെ ഞാൻ പറഞ്ഞ മനസ്സിലായി. എത്ര പേർക്ക് ഞാൻ சொல்றது പുരിയുது? അദ്ദേഹം പറഞ്ഞ സാക്ഷ്യമാണ് ഞാൻ ഈ പറയുന്നത്. അവർ சொன்ன സാക്ഷി തന്നെ ഉങ്ങളോട് ഷെയർ പண்றேன். അന്ന് വൈകിട്ട് 6 മണിയായപ്പോൾ 55 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവന്നു. അன்றைக்கு സായങ്കാലം 5 മണിക്ക് 55 ലക്ഷം രൂപ അവരുടെ വീട്ടിൽ വന്നത്. നോക്കിയ പ്രാർത്ഥിക്കുന്ന സമയത്ത് ജപിക്കുന്ന നേരത്തില് ആമേ ഇടപെടേണ്ടവരോട് ദൈവം ഇടപെടുകയാണ്. യാരോട് തൊട വേണ്ടും അവരോട് ദൈവം ഇടപെടുகிறார். നീ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, നീ ആവിൽ ജപിക്കുമ്പോൾ, നീ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ, അന്യഭാഷയിൽ ജപിക്കുമ്പോൾ ദൈവം സംസാരിക്കും ആരോട് ഇടപെടണമെന്ന്. ദേവനോട് ആരെ തൊട വേണ്ടും ദേവൻ ഇടപെടുகிறார். ദൈവം തീരുമാനിക്കും ആരോട് സംസാരിക്കണമെന്ന്. ദേവൻ തീരുമാനിക്കുന്ന യാരോട് പേശ വേണ്ടും. നിന്റെ ഉത്തരവാദിത്തം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ പൊറുപ്പ് ജപിക്ക വേണ്ടും എന്നത്. ആമേൻ. ദൈവം തീരുമാനിക്കും ആരോട് സംസാരിക്കണമെന്ന്. ദേവൻ മുടിവെടുത്തുകൊള്ളുവാൻ യാരോട് ഇടപെട വേണ്ടും. നിനക്കൊരു ആവശ്യം വരുമ്പോൾ ആമേ ഉടനെ മാമനാരെ അല്ല വിളിക്കേണ്ടത്. നിനക്കൊരു തേവ വരുമ്പോൾ മാമനാരെ അല്ല അളയ്ക്ക വേണ്ടത്. ആമേ. ദൈവസന്നിധിയിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ദൈവ സമൂഹത്തിൽ ആവിയിൽ ജപിക്ക വേണ്ടും. മരുഭൂമിയിൽ ദൈവത്തിന് വഴിയുണ്ട്. വനാന്തരത്തിൽ ഒരു വഴിയെ ഉണ്ട് പണുവാൻ. കൊടുങ്കാറ്റിൽ അവന് വഴിയുണ്ട്. പെരിയ കാറ്റ് ഒരു വഴി ഉണ്ട്. ചെങ്കടലിൽ അവന് വഴിയുണ്ട്. ചെങ്കടലിൽ ഒരു വഴിയെ ഉണ്ട് പണുവാൻ. അഗ്നിയിൽ അവന് വഴിയുണ്ട്. അഗ്നിയിൽ ഒരു വഴിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ നാവിൽ ജപിക്കലാമല്ല. പ്രാർത്ഥിക്കുന്ന നിന്നെ ദൈവം കൈവിടുകയില്ല. ജപിക്കുന്നവനെ ദൈവൻ കൈവിടുവതില്ല. ഞാൻ എന്തിനാണ് ഈ സാക്ഷ്യങ്ങൾ ഇവിടെ പറയുന്നത്? എതற்காக സാക്ഷികൾ ചൊല്ലിക്കൊണ്ട് ഓരോ സാക്ഷ്യവും ആരെയൊക്കെയോ തൊടുകയാണ്. ഒവ്വൊരു സാക്ഷ്യം യാരെ ഒരുവരെ തൊടുகிறது. ഓരോ സാക്ഷ്യവും ആരെയൊക്കെയോ എഴുന്നേൽപ്പിക്കുകയാണ്. ഒവ്വൊരു സാക്ഷ്യം യാരെ ഒരുവരെ എഴുപ്പ பண்ணுகிறது. നീ ക്ഷീണിച്ചു പോകരുത്. നീ സോർന്നു പോകக்கூடாது. നീ ക്ഷീണിച്ചു പോകരുത്. നീ സോർന്നു പോകக்கூடாது. യേശു കർത്താവ് ഒരിക്കൽ പത്രോസിനോട് പറഞ്ഞു. യേശു ഒരുവരെ പേതുരോട് சொன்னார். അമ്മേ ടാക്സ് കൊടുക്കാൻ കാശില്ല. എനിക്ക് വരി കെട്ടறதுக்கு പണം ഇല്ല. ടാക്സ് കൊടുക്കാൻ കാശില്ല. എനിക്ക് ടാക്സ് കെട്ടறதுக்கு കാശില്ല. യേശു പറയുകയാണ് നീ കടലിൽ പോവുക. യേശു നീ കടലിലേക്ക് പോയി നീ ആദ്യം നിനക്ക് കിട്ടുന്ന മീനിന്റെ വായ്ക്കകത്ത് നോക്കുക. നീ മുതലാவது പിടിക്കുന്ന വായിലെ പാർക്കുമ്പോൾ അതിന്റെ അകത്ത് എനിക്ക് നിനക്കും കൊടുക്കേണ്ടുന്ന പണം അതിനകത്തുണ്ട്. അതിലെ അവരുടെ വായിലെ എനക്കും ഉനക്കും കെട്ട വേണ്ടിയ പണം അതിൽ ഇരിക്കും. എടാ ദൈവത്തിന്റെ വഴികൾ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. ദൈവത്തിന്റെ വഴികൾ നാം ചിന്തിക്കുന്ന യോസനയ്ക്ക് അപ്പാർപ്പെട്ടവകൾ. ദൈവത്തിന് എങ്ങനെയും പ്രവർത്തിക്കാം. ദൈവന് എപ്പോഴും ക്രിയ ചെയ്യാൻ முடியும். ദൈവത്തിന് എങ്ങനെയും പ്രവർത്തിക്കാം. ദൈവൻ എപ്പോഴും ക്രിയ ചെയ്യാൻ முடியும். നമ്മുടെ അതിർവരമ്പുകളെല്ലാം പൊട്ടിമാറട്ടെ. നമ്മുടെ നിனைവുകൾ എണ്ണങ്ങൾ എല്ലാം വഴി മാറി അകന്നു പോകട്ടെ. നമ്മുടെ മുൻ വിധികളെല്ലാം വഴിമാറി പോകട്ടെ. നാം നമ്മുടെ നിனைവുകൾക്ക് മാറി പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനെ ദൈവം ഒരു നാളും കൈവിടുകയില്ല. ജപിക്കുന്ന മനുഷ്യനെ ദൈവൻ കൈവിടുവതില്ല. ഇതിനകത്ത് നീ വിശ്വസിച്ചാട്ടെ. ഇന്ന് രാത്രി വേളയിൽ വിശ്വാസിക്കുക. ഓരോ സാക്ഷ്യവും നിന്റെ അകത്ത് വിശ്വാസത്തെ എഴുന്നേൽപ്പിക്കട്ടെ. ഒവ്വൊരു സാക്ഷ്യം ഉനക്കുള്ള വിശ്വാസത്തെ തട്ടി എഴുപ്പട്ടു. ഓരോ സാക്ഷ്യവും നിന്റെ അകത്ത് വിശ്വാസത്തെ എഴുന്നേൽപ്പിക്കട്ടെ. ഒവ്വൊരു സാക്ഷ്യം ഉനക്കുള്ള വിശ്വാസത്തെ തട്ടി എഴുപ്പട്ടു. വേദപുസ്തകം പറയുന്നു. വേദം ചൊല്ലുகிறது. അവിശ്വാസത്താൽ സംശയിക്കാതെ. അവിശ്വാസത്താൽ നീ സന്ദേഹപ്പെടാമൽ. അവിശ്വാസത്താൽ നീ സംശയിക്കാതെ. അവിശ്വാസത്താൽ സന്ദേഹപ്പെടാമൽ. ഇന്ന് രാത്രി നീ ഒരു കാര്യം മനസ്സിലാക്കണം. രാത്രി വേളയിൽ ഒരു കാര്യത്തെ പുരിഞ്ഞുകൊള്ള വേണ്ടും. അവിശ്വാസത്തിന്റെ ബ്രദറാണ് സംശയം. അവിശ്വാസത്തിന്റെ സഹോദരൻ தான் സന്ദേഹപ്പെടുகிறവൻ. അവിശ്വാസം കേറുമ്പോൾ വരുന്ന കാര്യമാണ് സംശയം. இந்த അവിശ്വാസം വരുമ്പോൾ தான் இந்த സന്ദേഹങ്ങൾ വരുகிறது. നമ്മുടെ അകത്ത് അവിശ്വാസമല്ല വരേണ്ടത്, നമ്മുടെ അകത്ത് വിശ്വാസം വരട്ടെ. നമുക്കുള്ള അവിശ്വാസമല്ല വര വേണ്ടത്, വിശ്വാസം വര വേണ്ടും. കർത്താവ് വലിയ കാര്യമൊന്നും ചെയ്യാൻ പറഞ്ഞില്ലല്ലോ. ആണ്ടവർ പെരിയ കാര്യങ്ങളൊന്നും ചെയ്യ ചൊല്ലലില്ല. വിശ്വസിച്ചാ പോരെ. ആണ്ടവർ വിശ്വാസിക്ക മറ്റും തന്നെ കേൾക്കാറ്. കർത്താവ് നിന്നോട് പറഞ്ഞോ ഡെയിലി ഓരോ മൃഗത്തെ കൊണ്ടുവന്ന് യാഗം അർപ്പിക്കാൻ പറഞ്ഞോ? ആണ്ടവർ ഉങ്ങളുടെ ഏതാவது பெரிய பெரிய மிருகங்களை கொண்டு பலியிட சொன்னாரா? കർത്താവ് പറഞ്ഞു വിശ്വസിക്കാനല്ലേ പറഞ്ഞു. ആണ്ടവർ വിശ്വാസിക്ക മറ്റും തന്നെ சொன்னாரு. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ சொல்றதுக்கு புரியுதா உங்களுக்கு? കർത്താവ് നിന്നോട് എന്താ പറഞ്ഞേ? ആണ്ടവർ നമ്മളോട് என்ன சொல்கிறாரு? നീ വിശ്വസിച്ചാ മതി. നീ വിശ്വാസിത്താൽ മറ്റും പോതും. കാരണം പിശാച് ചിന്തകളുമായിട്ട് നിൽക്കുവല്ലേ. പല പിശാച് പല യോസനകളോട് ഇരിക്കുകയാണ്. നമ്മൾ വിശ്വസിക്കാതിരിക്കാൻ നാം നമ്മുടെ വിശ്വാസത്തെ തടുക്കുന്നത്. ഇന്ന് രാത്രി അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം വഴിമാറി പോകണം. ഇന്ന് രാത്രി വേളയിൽ അവിശ്വാസമുള്ള ദുഷ്ട ഹൃദയങ്ങൾ മാറി പോകണം. നിന്റെ പ്രാർത്ഥന കൂടുമ്പോൾ, ജപം അധികരിക്കുമ്പോൾ നിന്റെ വിശ്വാസം കൂടും. വിശ്വാസം അധികരിക്കും. ആമേൻ. നല്ല ബന്ധങ്ങളിൽ നിൽക്കുമ്പോൾ, നല്ല ഉറവുകളിൽ ഇരിക്കുമ്പോൾ നിന്റെ
നിന്റെ വിശ്വാസം കൂടും. உன்ன விசுவாசம் இன்னும் அதிகரிக்கும். നിന്റെ വിശ്വാസം, ഞാൻ പറയാം, ഒരു ദൈവപ്രവൃത്തി നടക്കുന്നതിന് മുമ്പ് ആദ്യം നിന്റെ അകത്ത് കർത്താവ് ഇടുന്നത് വിശ്വാസമാണ്. ஒரு பெரிய தேவனுடைய கிரியை நடக்கும் முன்பதாக உனக்குள்ள தேவன் ஒரு பெரிய விசுவாசத்தை தருகிறார். ആദ്യം നിന്റെ അകത്ത് ഇടുന്നത് വിശ്വാസവും ധൈര്യവുമാണ്. முதலாவது தேவன் உனக்குள்ள தருகிற நல்ல விசுவாசத்தையும் தைரியத்தையும். നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ? உங்களுக்கு தோன்றுகிறதா அப்படி? എന്തോ ഒന്ന് നടക്കാൻ പോകുന്നു, ஏதோ நடக்க போகிறது, എന്തോ എനിക്കൊന്ന് നടക്കാൻ പോകുന്നു, ஏதோ எனக்கு நடக்க போகிறது, ഒരു ധൈര്യം, ஒரு பெரிய தைரியம், ഇതുവരെ ഇല്ലാത്തൊരു ധൈര്യം. இதுவரைக்கும் இல்லாத ஒரு தைரியம். അതിന്റെ അർത്ഥം ദൈവം നിനക്കായി ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം ദേവൻ ഉനക്കായി ക്രിയ ചെയ്യാൻ ഈ ആരംഭിച്ചിരിക്കുന്നു. ദിവസങ്ങളിൽ അതിന്റെ നീ കാണാൻ പോവുകയാണ്. இந்த நாட்கள் அதை நீங்கள் பார்க்க போகிறீர்கள். വിശ്വസിക്കുന്നവർ ശക്തിയോടെ കർത്താവിനെ സ്തോത്രം. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ചിന്തിച്ചു വന്ന ഭാഗത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം. നാം ഇതുവരെ ചിന്തിച്ചു വന്ന പകുതിക്ക് നേരെ നമ്മൾ 1 ശമൂവേൽ 9 അധ്യായം അതിന്റെ ഈ 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1 സാമുവേൽ 9:6 5-6 വാക്യം വായിച്ചാൽ. 5:6. அவர்கள் சூப் என்னும் நாட்டிற்கு வந்தபோது சவுல் தன்னோடு இருந்த வேலைக்காரனை நோக்கி, என் தகப்பன் கழுதைகளின் மேலுள்ள கவலையை விட்டு நமக்காக கவலைப்படாதபடிக்கு திரும்பி போவோம் வா என்றான். அதற்கு அவன், இதோ இந்த பட்டணத்திலே தேவனுடைய மனுஷன் ஒருவர் இருக்கிறார், அவர் பெரியவர், அவர் சொல்லுகிறதெல்லாம் தப்பாமல் நடக்கும், அங்கே போவோம், ஒருவேளை அவர் நாம் போக வேண்டிய நம்முடைய வழியை நமக்கு தெரிவிப்பார் என்றார். മതി. ഇവിടെ നമ്മൾ വായിച്ചത് എങ്ങനെയാണ്? ശൗലിന്റെ കൂടെ ഒരു ഭൃത്യൻ ഉണ്ടായിരുന്നു. இந்த இடத்துல படிக்கிறோம், சவுலோடு கூட ஒரு வேலைக்காரன் ஒருவன் இருந்தார். ഒരു വേലക്കാരൻ തന്റെ കൂടെ ഉണ്ടായിരുന്നു. അവനോട് കൂടെ ഒരു വേലക്കാരൻ ഒരുവൻ இருந்தார். ഇവർ അപ്പന്റെ കഴുതകളെ അന്വേഷിച്ചു മടുത്തുപോയി. ഇവൻ തന്റെ തകപ്പന്റെ കഴുതകളെ തേടി സോർന്നു പോയിരിക്കുകയാണ്. ഇവർ അപ്പന്റെ കഴുതകളെ അന്വേഷിച്ച് ഇവർ മടുത്തുപോയി. ഇവൻ തകപ്പന്റെ കഴുതകളെ തേടി തേടി സോർന്നു പോയിരിക്കുകയാണ്. അപ്പോൾ ശൗല് പറയുകയാണ്, നമുക്ക് ഇനി അങ്ങ് തിരിച്ചു പോയേക്കാം. അപ്പോൾ സൗൽ சொல்றார், നമുക്ക് ഇനി പോതും, നാം ഇനി തിരുമ്പി പോകலாம். കാരണം അന്വേഷിച്ചിട്ട് കാര്യമില്ല, നമുക്ക് തിരിച്ചു പോയേക്കാം. അത് തേടിയും ഇനി പ്രയോജനമില്ല, നാം തിരുമ്പി പോകலாம். എന്നാൽ തന്റെ കൂടെ ഉണ്ടായിരുന്ന ഭൃത്യൻ പറയുകയാണ്, അവന്റെ കൂടെ ഇരുന്ന വേലക്കാരൻ சொல்கிறான், ആമേ, ഈ പട്ടണത്തിൽ ഒരു ദൈവ പുരുഷനുണ്ട്. இந்த പട്ടണത്തിൽ ഒരു ദൈവ മനുഷ്യൻ இருக்கிறார். ആമേ, ശമൂവേൽ എന്ന പ്രവാചകനെ ഈ ഭൃത്യൻ ശൗലിന്റെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇപ്പോ സാമുവേൽ എன்கிற ഒരു തീർക്കദർശിയെ இந்த സൗൽ അടുത്ത് ഇൻട്രൊഡ്യൂസ് പண்றாங்க. ആമേ, ശൗലിന് പറഞ്ഞു കൊടുക്കുകയാണ്, സൂഫ് ദേശത്ത് ഒരു പ്രവാചകൻ ഉണ്ട്. സൗലുക്ക് சொல்லப்படுறது സൂഫ് എന്ന നാട്ടിൽ ഒരു തീർക്കദർശി ഉണ്ട് എന്ന്. ഈ കാര്യം മനസ്സിലാക്കിക്കോണം, നിന്റെ ബന്ധങ്ങൾ നല്ലതായിരിക്കണം. നിങ്ങൾ പുരിഞ്ഞുകൊള്ള വേണ്ട ഉങ്ങളുടെ നட்புறவுകൾ நல்லவைகளாயிருக்க வேண்டும். നിന്നെ ലിഫ്റ്റ് ചെയ്യുന്ന ബന്ധങ്ങളായിരിക്കണം നിന്റെ കൂടെ നിൽക്കേണ്ടത്. ഉങ്ങളെ തൂക്കി വിടുகிறതായിരിக்க വേണ്ടി ഉങ്ങളുടെ ഉറവുകൾ. ഞാൻ പിന്നെയും പറഞ്ഞു, കുറ്റം പറയുന്ന ആരെയും നിന്റെ അടുത്ത് നിർത്തരുത്. കുറ്റം ചൊല്ലുകിற யாரையும் உங்க பக்கத்துல வைக்க கூடாது. കുറ്റം പറയുന്ന ഒറ്റയൊരുത്തനെ വീട്ടിൽ കയറ്റരുത്. കുറ്റം ചൊല്ലുகிற ഒരുവരെ உங்க വീട്ടിൽ അനുവദിക്ക കൂടാതെ. കാരണം നിന്റെ വീട് കാടായി പോകും. കാരണം ഉങ്ങളുടെ വീട് കാടാக മാറിവിടും. നിന്റെ വീട് കാടായി പോകും. ഉങ്ങളുടെ വീട് കാടായി മാറിവിടും. നിന്റെ വീട് ദൈവസാന്നിധ്യം നിറയണമെങ്കിൽ, ഉങ്ങളുടെ വീട്ടിലെ ദേവന്റെ പ്രസന്നം നിറയ വേണ്ടുമാനാൽ, നിന്റെ വീട്ടിൽ ദൈവ മഹത്വം ചലിക്കണമെങ്കിൽ, ഉങ്ങളുടെ വീട്ടിലെ ദേവന്റെ മഹിമ ഇരിക്ക വേണ്ടുമെന്നാൽ, പ്രാർത്ഥിക്കുന്നവൻ നിന്റെ വീട്ടിനകത്ത് കയറണം. ജപിക്കുന്നവനുടെ വീട്ടിലുള്ള വര വേണ്ടും. കുറ്റം പറയുന്ന ആരെയും, അത് ആണായാലും പെണ്ണായാലും, ആരെയും വീട്ടിനകത്ത് കയറ്റരുത്. കുറ്റം ചൊല്ലുകിற ആണാലും പെണ്ണാലും വീട്ടിൽ അനുവദിക്ക കൂടാതെ. അവർ വിളിക്കുകയാണെങ്കിൽ പറഞ്ഞ അല്പം തിരക്കുണ്ട്, പിന്നെ കാണാമെന്ന് പറയണം. അവർ കൂടുമ്പോൾ ചൊല്ലണേ കൊഞ്ചം ബിസിയാ ഇരിക്കറേൻ പിറവ് പാക്കലാം. കാരണം നിനക്ക് വലുത് നിന്റെ മേൽ പകരപ്പെട്ട ദൈവ സാന്നിധ്യമാണ്. കാരണം ഉനക്കുള്ള ഇരിക്കുന്ന ദേവന്റെ ഒരു പ്രസന്നം. കാരണം പരിശുദ്ധാത്മാവിന് എപ്പോഴും നമ്മുടെ കൂടെ എല്ലാ സാഹചര്യത്തിലും പരിശുദ്ധാത്മാവ് നിൽക്കത്തില്ല. കാരണം എപ്പോഴും എല്ലാ സൂഴലിലും പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇരിക്ക മാട്ടാ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രാവെന്നാണ് പറയുന്നത് ഒരു ഭാഷയിൽ. പരിശുദ്ധാത്മാവിനെ പ്രാവ്, അവരൊരു പുറാവെന്ന് ചൊല്ലപ്പെടുகிறது. കാരണം ഈ പ്രാവ് ഒരിക്കലും അഴുക്കിനകത്ത് പോയി കിടക്കത്തില്ല. இந்த புறா ஒருபோதும் அழுக்குல போய் இருக்காது. വളരെ നമ്മൾ ഭയങ്കര നന്നായിട്ട് കെയർ ചെയ്തെങ്കിലേ പരിശുദ്ധാത്മാവിനെ കൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയത്തുള്ളൂ. இந்த ரொம்ப கவனமா இருந்தா மட்டும்தான் பரிசுத்த ஆவியோடு கூட நம்ம சஞ்சரிக்க முடியும். ചിലരോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് വിലക്കും. ചിലരോട് பேசும்போது பரிசுத்த ஆவியானவர் நம்மை தடை செய்கிறார். ചിലരോട് സംസാരിക്കുമ്പോൾ അവരെ പിന്നെയും സംസാരിക്കാൻ പറയും. ചിലരോട് பேசும்போது അവരോട് വീണ്ടും വീണ്ടും பேச തൂണ്ടുகிறார். നിന്റെ അകത്ത് നിന്ന് ദൈവസാന്നിധ്യം നഷ്ടപ്പെടുന്നു എങ്കിൽ ഓർത്തോണം, ഒരിക്കലും ആ ബന്ധം നിന്നെ ലിഫ്റ്റ് ചെയ്യത്തില്ല. ഉനക്കുള്ള ഇരിക്കുന്ന ദേവന്റെ പ്രസന്നത്തെ നീ ഇളന്നു പോവാനാൽ அந்த ஒரு நட்புறவு உன்னை ஒருபோதும் മുന്നോട്ട് കൊണ്ടുപോകാതെ. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ട്. ചൊല്ലൊരു കാര്യത്തെ പുരിഞ്ഞുകൊള്ളുക. അത് നിങ്ങളുടെ സ്കൂളിലും നിങ്ങളുടെ കോളേജുകളിലും ഒക്കെ അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ട് സ്കൂളിൽ ആയിരുന്നാലും കോളേജിൽ ആയിരുന്നാലും அப்படி இருக்க வேண்டும். ഇവിടെ ഭൃത്യൻ പറയുകയാണ്, ഇവിടെ ഒരു പ്രവാചകനുണ്ട്.
വേലക്കാരനുണ്ട്. இந்த இடத்துல ஒரு வேலைக்காரன் சொல்ல இந்த இடத்துல ஒரு தீர்க்கதரிசி உண்டு என்று. ഇവര് തമ്മിൽ നല്ല ഐക്യതയുള്ളവരാണ്. ഇവർക്കുള്ള നല്ല ഒരു നട്പുറവ് ഇരുന്നത്. ഞാൻ പറയും അവരാണ് ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ്, നമ്മുടെ വാഗ്ദത്തത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നവർ. അവർதான் നമ്മുടെ വാഗ്ദത്തത്തിന് നേരായി നമ്മൾ നടക്ക ഉതവുകവർ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള നല്ല ബന്ധങ്ങൾ ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അപ്പടിപ്പെട്ട നല്ല നട്പുറവുകൾ ഫ്രണ്ട്ഷിപ്പുകൾ ഇരിക്കട്ടെ. ഇന്നലകളിൽ ബന്ധങ്ങളിൽ വന്ന തകർച്ചകൾ മാറി ദൈവത്താലുള്ള നല്ല ബന്ധങ്ങൾ ചിലർക്കായി ഉണ്ടായി വരട്ടെ. ഇന്ന് രാത്രി വേളയിലെ ഉറവുകളാൽ മനമുടൈந்து പോனவர்களுக்கு நல்ல ഉറവുകളെ ദേവൻ തരുവാറാക. ആമേൻ. കൂടെ നിൽക്കുന്ന നല്ല ബന്ധങ്ങൾ, അവരോട് കൂടെ ഒരുമിച്ച് നിൽക്കുന്ന നല്ല നട്പുറവുകൾ. തിരിച്ചു പോകാമെന്ന് പറയുമ്പോൾ അല്ല, ഒരു പ്രവാചകനുണ്ട്, ഒരു വഴി തെളിയും എന്ന് പറയുന്ന ബന്ധങ്ങൾ. തിരുമ്പി പോകലാം എന്ന് ചൊല്ലുന്നത് വേണ്ട, നമുക്ക് ഇന്നലെ ഒരു തീർക്കദരിസി ഉണ്ട്, അവർ നമുക്ക് വഴിയെ തെരുവിപ്പാർ എന്ന് சொல்லுகிற നട്പു. ഒരു വഴി ദൈവം കാണിച്ചു തരും എന്ന് പറയുന്ന ബന്ധങ്ങൾ. ദേവൻ നമുക്ക് ഒരു വഴിയെ കാട്ടി തരുവാർ എன்கிற നട്പുറവ്. പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ എക്സോഡസ് പഠിക്കുമ്പോൾ അതിന്റെ 17-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ അതിന്റെ 17ാമത്തെ അധികാരത്തെ പഠിക്കുമ്പോൾ അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. അതിന്റെ 8ാമത്തെ വചനം മുതൽ വീട്ടിൽ പോയി പഠിക്കണം. എക്സോഡസ് 17:8. എക്സോഡസ് 17:8. അവിടെ പറയുകയാണ്, രഫീദീമിൽ വെച്ച് അമാലിയക്ക സൈന്യം ഈ ഇസ്രായേൽ മക്കൾക്ക് നേരെ യുദ്ധത്തിനായി കടന്നു വരികയാണ്. അമലേക്കർ രഫീദീമിലെ ഇസ്രായേലോട് യുദ്ധം പണിനാர்கள். ഇസ്രായേലിൽ വെച്ച് അമാലിയക്ക സൈന്യം രഫീദീമിൽ വെച്ച് ഇസ്രായേലിനോട് യുദ്ധത്തിന് വരികയാണ്. അമലേക്കർ വന്ന് രഫീദീമിലെ ഇസ്രായേലോട് യുദ്ധം പണിനാர்கள். അപ്പോൾ മോശ യോശുവയോട് നോക്കി നീ ആളുകളെ തിരഞ്ഞെടുത്ത് അമാലേക്കിന് നേരെ ചെല്ലുക. നീ നമുക്കാக മനിതர்கள் தெரிந்து கொண்டு അമലേക്കരോട് യുദ്ധം பண்ணு. മോശയും യോശുവയും നല്ല ഐക്യതയുള്ളവരാണ്. മോശയും യോശുവയും നല്ല നട്പുറവുള്ളവர்கள். മോശയ്ക്ക് ശേഷം ദൈവം തിരഞ്ഞെടുത്തത് യോശുവയെയാണ്. മോശയ്ക്ക് പിൻപ് ദേവൻ തിരഞ്ഞെടുത്തത് യോശുവയെ. ഒരിക്കൽ ദൈവ മഹത്വം കൂടാരത്തിൽ കൂടാരത്തിനകത്ത് ഇറങ്ങിയപ്പോൾ ഒരു മുறை ദേവന്റെ മഹിമ ദേവന്റെ കൂടാരത്തിൽ വന്നപ്പോൾ യോശുവയോ കൂടാരം വിട്ടു പിരിയാതെ നിന്നു എന്ന് വേദപുസ്തകം പറയുന്നു. യോശുവ அந்த കൂടാരത്തെ വിട്ടു പിരിയാതിരുന്നാൻ എന്ന് വേദം சொல்லுகிறது. ദൈവ മഹത്വം ഇറങ്ങുന്നിടത്ത് മോശയുണ്ടെങ്കിൽ അവിടെ യോശുവയും ഉണ്ട്. ദേവന്റെ മഹിമ ഇരിക്കുന്ന ഇടത്തിൽ മോശ ഇരുപ്പാനാൽ അங்கே യോശുവയും ഉണ്ട്. മഹത്വം ഇറങ്ങിയപ്പോൾ എല്ലാവരും കൂടാരം വിട്ടുപോയി, പക്ഷേ യോശുവയോ കൂടാരത്തോട് പറ്റിയിരുന്നു. ദേവന്റെ മഹിമ ഇറങ്ങിയപ്പോൾ എല്ലാവരും കൂടാരത്തെ വിട്ടു പോന്നവர்கள், ആനോ യോശുവോ அந்த കൂടാരത്തിലേ തങ്ങി இருந்தான். കുഞ്ഞേ, ദൈവം നിന്നെ ഉയർത്തണമെങ്കിൽ, ദേവന്റെ ജനമേ ദേവൻ നിന്നെ ഉയർത്ത വേണ്ടുമാനാൽ, ദൈവം നിന്നെ ഉയർത്തണമെങ്കിൽ ദേവൻ നിന്നെ ഉയർത്ത വേണ്ടുമാനാൽ നീ വില കൊടുത്തേ മതിയാകത്തുള്ളൂ. സെലുത്തിയാക വേണ്ടും. മഹത്വം കൊതിക്കുന്നവനായി നീ മാറണം. നീ ദേവന്റെ മഹിമയിലും പ്രകാശിക്കുന്നവനായി മാറ വേണ്ടും. ദേവപ്രസന്നം കൊതിക്കുന്നവനായി നീ മാറണം. ദേവന്റെ പ്രസന്നം ഇന്നും ഉനക്കുള്ള എഴുമ്പുകറായി മാറ വേണ്ടും. എന്ത് നഷ്ടം വന്നാലും ദൈവ സാന്നിധ്യം എന്നിൽ നിന്നും പോകരുതെന്നുള്ള ചിന്തയിൽ നീ ആയിരിക്കണം. എന്നാ നഷ്ടം വന്നാലും ദേവന്റെ മഹിമ എന്നെ വിട്ട് പോകக்கூடாதுன்ற ഒരു എണ്ണം വേണ്ടും. ഒരിക്കൽ ദൈവദാസന്റെ സാക്ഷി പ്രകാരം ഞാൻ കേട്ടു. ഒരു മുறை ഒരു ദേവന്റെ മനുഷ്യന്റെ സാക്ഷി വാറാക കേട്ടു. അദ്ദേഹം മിഡിൽ ഈസ്റ്റിൽ ശുശ്രൂഷകൾക്കായി കടന്നുപോയി. അവർ മിഡിൽ ഈസ്റ്റിലെ ഊഴിയങ്ങൾക്കായി കടന്നു പോയിരുന്നാർ. അദ്ദേഹം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ അവർ പ്രസംഗിക്കുന്ന സ്റ്റേജിൽ ഉட்கார்ந்திருக்குമ്പോൾ അവിടുത്തെ ഒരു വിശ്വാസിയെ അന്ന് രാത്രി 9 മണിക്ക് തനിക്ക് ഫ്ലൈറ്റ് ആണ്, അവർക്ക് വേണ്ടി അവിടുത്തെ പാസ്റ്റർ അവരെ പ്രാർത്ഥിച്ചയക്കുകയാണ്. அந்த இடத்துல உட்கார்ந்திருக்கும்போது அந்த இடத்துல ஒரு விசுவாசிக்கு 9 மணிக்கு ஃளைட்னு சொல்லி அந்த சபையோட ஊழியக்காரர் அவர் ஜெபித்து அனுப்புறாங்க. அவர் ഫാമിലി ആയിട്ടാണ് പോകാനിരിക്കുന്നത്. அவர் കുടുംബமாக പോകുന്നതിന് ആയത്തമായി ഇരിക്കുന്നു. അവർ ഒരു ബിസിനസ്സുകാരനാണ്. അവർ ഒരു തൊഴിലധിപർ. അപ്പോൾ ഈ ദൈവദാസൻ 8 മണിയായപ്പോൾ പ്രസംഗിക്കാൻ കയറി. അപ്പോൾ இந்த ஊழியக்காரர் 8 മണിക്ക് പ്രസംഗത്തെ ആരംഭിக்கிறார். പ്രസംഗിക്കാൻ കയറിയപ്പോഴത്തേക്ക് അതിശക്തമായ ദൈവസാന്നിധ്യം അവിടെ വെളിപ്പെട്ടു. அந்த പ്രസംഗിക്കുമ്പോൾ ദേവന്റെ വല്ലമേ അവർ തെളിവാக ഇടപെട തുടങ്ങുന്നത്. 8 മണി കഴിഞ്ഞു, 8:30 8 മണി താണ്ടി 8:30 ആനது. 9 ഈ മനുഷ്യൻ ഇവിടുന്ന് പോകുന്നില്ല. இந்த മനുഷ്യൻ இந்த இடத்துல போகிறதில்லை. അദ്ദേഹം എയർപോർട്ടിലോട്ട് പോകുന്നില്ല. അവർ എയർപോർട്ടിൽ പോക വേണ്ടി പോകാമ ഇരിക്കാർ. 9 മണിയായപ്പോൾ പാസ്റ്ററോട് ചോദിച്ചു, ഇദ്ദേഹത്തെ നമ്മൾ പ്രാർത്ഥിച്ചു വിട്ടതല്ലേ, ഇദ്ദേഹം പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. 9 മണിക്ക് പാസ്റ്ററോട് ചൊല്ലുகிறார், ഇവർ 9 മണി വരെ ജപിத்து വിട്ടോല്ലേ, ഇവർ പോകാമ എங்கே ഇരിക്കാർ. ആ പാസ്റ്റർ പറഞ്ഞു, അപ്പോൾ പാസ്റ്റർ சொன்னாரு, ദൈവശക്തി ഇറങ്ങി കഴിഞ്ഞാൽ പുള്ളി പിന്നെ എങ്ങും പോകത്തില്ല. ദേവന്റെ വല്ലം ഇറങ്ങന അവർ എங்கே പോക മാட்டார். മീറ്റിംഗ് കഴിഞ്ഞു. அந்த மீட்டிங் முடிந்தது. ആ മനുഷ്യൻ ഈ പാസ്റ്ററെ ഫുഡ് കഴിക്കാൻ റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോയി. அந்த മനുഷ്യൻ இந்த ஊழியக்காரரை ഫുഡ് சாப்பாடு കൊടുக்கிறதுக்கு റെസ്റ്റോറന്റ് കൂട്ടിട്ട് പോയി. അപ്പോൾ ഈ പാസ്റ്റർ ചോദിച്ചു, എന്താ പോകാൻ എന്താന്ന് ചോദിച്ചു. അപ്പോൾ പാസ്റ്റർ കേട്ട ഏൻ നീங்க പോകലേന്ന് കേട്ടാரு. അപ്പോൾ പുള്ളി പറഞ്ഞു, അപ്പോൾ അവർ சொன்னாரு, അദ്ദേഹം പറഞ്ഞു, அவர் அப்படி சொன்னாரு, ദൈവസാന്നിധ്യം ഇങ്ങനെ എപ്പോഴും ഇറങ്ങത്തില്ലല്ലോ. ദേവന്റെ മഹിമ എപ്പോഴും இப்படி വരാതില്ല. ഫ്ലൈറ്റ് ഇനിയുണ്ട്.
ഫ്ലൈറ്റ് അടുത്ത ഫ്ലൈറ്റ് இருக்குது. ഇനി അടുത്ത ഫ്ലൈറ്റ് ഉണ്ട്. இன்னும் அடுத்த ഫ്ലൈറ്റ് இருக்குது. അടുത്ത ഫ്ലൈറ്റിന് പോകാം. അടുത്ത ഫ്ലൈറ്റിൽ പോകலாம். ദൈവസാന്നിധ്യം എപ്പോഴും കിട്ടത്തില്ലല്ലോ. இந்த தேவனுடைய பிரசன்னத்தை எப்போ அனுபவிக்க എത്ര முடியும்? പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാക്കുന്നുണ്ട്? ஹalleluya. ആമേൻ. കുളം കലക്കുമ്പോൾ നീ ഇറങ്ങിയാൽ വിടുതൽ அந்த വ്യാപരിച്ചിരിക്കും. குளத்தை கலக்கும் போது அவன் இறங்கின விடுதலை பெற்றுக் கொள்வாய். കുളം കലക്കാത്തപ്പോൾ ഇറങ്ങിയാൽ നിന്റെ കാല് ഒടിഞ്ഞ് നീ പിന്നെ അവിടെ കിടക്കും. அந்த குளம் கலக்காம இருக்கும்போது நீ இறங்கினா அவன் കാൽ ഉടഞ്ഞു പോയിരും. ആമേൻ. കുളം കലക്കുമ്പോൾ ദൂതൻ ഇറങ്ങി കുളം കലക്കുമ്പോൾ എത്ര വ്യാധിയായാലും നീ ആദ്യം ചാടുന്നവനാരോ അവന് വിടുതൽ വ്യാപരിക്കും. குளத்தை தேவதூதன் கலக்கும்போது எவ்வளவு பெரிய வியாதிஸ்தனா இருந்தாலும் முதலாவது இறங்கணும் விடுதலை பெற்றிருப்பான். സാന്നിധ്യം ദൈവ സാന്നിധ്യം നീ ഉദ്ദേശിക്കുന്ന പോലെ എപ്പോഴും വെളിപ്പെടണമെന്നില്ല. தேவனுடைய பிரசன்னம் நீ நினைக்கிறது போல எப்பொழுதும் வெளிப்படாது. പക്ഷേ ദൈവമഹത്വമാണ് വെളിപ്പെടുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ஆனால் தேவனுடைய மகத்துவம் வெளிப்படுகிறது நீ புரிந்து கொண்டவனாயினால் ആമേൻ. നീ അത് വിട്ടുപിരിയാതെ നീ നിന്നോണം. அதை நீ விட்டு பிரியாதிருப்பாயாக. അത് വിട്ടുപിരിയാതെ നീ നിന്നോണം. அதை விட்டு பிரியாதிருப்பாயாக. ചിലർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. ചിലർക്ക് ഞാൻ കാര്യം சொல்றது പുரிந்து கொள்கிறீங்க. യോശുവയെ കുറിച്ച് പറയുകയാണ്, അവൻ ആലയം വിട്ടുപിരിയാതെ നിൽക്കുന്നവനായിരുന്നു. யோசுவா தேவனுடைய ஆலயத்தை விட்டு பிரியாதிருந்தான் என்று. മോശ യോശുവയോട് പറഞ്ഞു, மோசே யோசுவாவோடு சொல்கிறார், നീ ആളുകളെ തിരഞ്ഞെടുക്കുക, நீ நமக்காக மனிதர்களை தெரிந்து கொள், അമാലേക്കിനോട് യുദ്ധം ചെയ്യാൻ നീ പോവുക. അമലേക്കിനോട് യുദ്ധം பண்ண போகிறது. ആമേൻ. മോശ പറഞ്ഞു, மோசே சொல்கிறார், നീ യുദ്ധത്തിന് പോകുമ്പോൾ நீ யுத்தத்திற்கு போகும்போது ഞാൻ കുന്നിന്റെ മുകളിലേക്ക് കയറും, நான் மலையில் முச்சிலே കയറുவேன். ആമേൻ. ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ച് தேவனுடைய ஸ்தோத்திரம் தேவனுடைய கோலை பிடித்துக்கொண்டு ഞാൻ അവിടെ നിൽക്കും. நான் அங்க ஏறி நிற்பேன். ആമേൻ. നീ യുദ്ധത്തിന് പോകുമ്പോൾ நீ யுத்தத்திற்கு போகும்போது ഞാൻ മലമേൽ കയറും, நான் മലയിൻ മേലെ ഏറുவேன். ഞാൻ കോൽ കയ്യിൽ പിടിച്ച് நான் இந்த கோலை கையில பிடித்துக்கொண்டு ഉയർത്തി ഞാൻ നിൽക്കും. நான் கோலை ഉയർത്തി പിടിத்துകൊണ്ടിருப்பேன். ഇന്ന് രാത്രി ആമേൻ, നീ മനസ്സിലാക്കണം, இந்த ராத்திரி வேளை புரிந்து கொள்ள வேண்டும். ഒരുവൻ യുദ്ധത്തിന് പോകുമ്പോൾ ஒருவர் யுத்தத்திற்கு போகும்போது പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വീരനായ ഒരു മോശ, ஜெப வீரனான மோசே, ഒരുത്തൻ ആമേൻ യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ ஒருவர் யுத்த களத்தில் இருக்கும்போது അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മോശ, அவனுக்காய் ஜெபிக்கிற மோசே, ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തില് இந்த ராத்திரில இயேசுவின் நாமத்திலே ആമേൻ, നല്ല ബന്ധങ്ങൾ നിനക്ക് വന്നു ചേരട്ടെ. நல்ல நட்புறவுகள் உனக்கு வருவதாக. നല്ല ബന്ധങ്ങൾ നിനക്ക് വന്നു ചേരട്ടെ. நல்ல நட்புறவுகள் உனக்கு கிடைப்பதாக. ആമേൻ. യോശുവ യുദ്ധത്തിന് പോകുമ്പോൾ മോശ ഉറങ്ങുകയല്ല ചെയ്യുന്നത്. யோசுவா யுத்தத்துக்கு போனபோது மோசே படுத்து உறங்கவில்லை. ഒരു കാര്യം മനസ്സിലാക്കണം, ஒரு காரியத்தை புரிந்து கொள்ள ആമേൻ. வேண்டும். നിന്റെ ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ உன்னுடைய கணவன் வேலைக்கு போகும்போது ആമേൻ, നിശ്ചയമായി നീ പ്രാർത്ഥിക്കണം ശക്തമായിട്ട്. நீ நிச்சயமாக அவனுக்காக ஜெபிக்க வேண்டும். ആമേൻ. അവൻ ശുശ്രൂഷത്തിന് വേണ്ടി നിൽക്കുമ്പോൾ அவர் ஊழியத்திற்காக நிற்கும்போது ആമേൻ, പ്രാർത്ഥിക്കുന്ന ഒരു ബാക്ക് സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. ஜெபிக்கிற ஒரு பின்புல சப்போர்ட் அவனுக்கு இருக்க வேண்டும். വ്യക്തിയുടെ കഴിവല്ല യുദ്ധത്തിൽ ജയിക്കുന്നത്, அந்த மனுஷனுடைய திறமையல்ல யுத்தத்தில் ஜெயம் பெற்றுக் വേദപുസ്തകം പറയുന്നു, வேதம் சொல்கிறது ജയത്തിന് കുതിര വ്യർത്ഥമത്രേ. குதிரை யுத்த நாளுக்காக ஆயத்தப்படும். ജയത്തിന് കുതിര വ്യർത്ഥമത്രേ. குதிரை யுத்த நாளுக்காக ஆயத்தமாக்கும். ജയമോ യഹോവയാൽ വരുന്നു. കർത്തരാൽ വരും. യുദ്ധം യഹോവയ്ക്കുള്ളത്. യുദ്ധം കർത്തരുടേത്. ഇന്ന് രാത്രി നിന്റെ യുദ്ധം യഹോവയ്ക്കുള്ളത്. രാത്രിയിലെ ഉன்னுடைய യുദ്ധം കർത്തരുടേത്. യുദ്ധം യഹോവയ്ക്കുള്ളത്. യുദ്ധം കർത്തരുടേത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഈ മനുഷ്യൻ അമാലേക്കിനോട് യുദ്ധം ചെയ്യുകയാണ്. இந்த மனுஷன் அமலேக்கியரோடு யுத்தம் பண்ண போயிருக்கிறான். അമാലേക്കിനോട് അതിന്റെ ആത്മീയ അർത്ഥം എന്ന് പറഞ്ഞാൽ, ആവിക്കുரிய അർത്ഥം എന്നവെന്നാൽ അമാലേക്ക് മീൻസ് മാംസയിച്ച ജഡീകൻ. അമലേക്ക് മീൻസ് മാംസ ഇച്ഛയ്ക്ക് ഒപ്പിടപ്പെട്ട് ചൊല്ലുகிறது. ജഡത്തെയാണ് അമാലേക്കിനെ സ്പിരിച്വൽ മീനിങ് ആയിട്ട് പറയുന്നത്. മാംസികത്തെ അമലേക്കായി ഒപ്പിടപ്പെട്ട് ചൊല്ലുന്നു. ഇന്ന് രാത്രിയിൽ നിന്നെ ഒതുക്കാൻ നിൽക്കുന്ന ജഡത്തെ നീ യുദ്ധം ചെയ്ത് ജയിച്ചേ മതിയാകത്തുള്ളൂ. இந்த ராத்திரி வேளையில உன்னை ஸ்தோத்திரம் வீழ்த்த நினைக்கிற இந்த மாம்சத்தை நீ ஜெபித்து மேற்கொள்ள வேண்டும். ഒരു സാധാ പ്രാർത്ഥന കൊണ്ട് മാംസയിച്ച് നിന്നെ വിട്ടു പോകത്തില്ല. ஒரு நார்மலான சின்ன ஜெபத்தை கொண்டு ஜெபத்தினால மாம்சயிச்சு உன்னை விட்டு போகாது. നിന്റെ ഉഴപ്പൻ പ്രാർത്ഥന കൊണ്ട് മാംസയിച്ച് നിന്നെ വിട്ടു പോകത്തില്ല. உன்னை ஸ்தோத்திரம் உன்னோட ரெகுலரான ஜெபத்தினால மாம்சயிச்சு உன்னை விட்டு போகாது. ഇന്ന് രാത്രി നീ ഒരു കാര്യം മനസ്സിലാക്കണം. இந்த ராத்திரி வேளை ஒரு காரியத்தை புரிந்து கொள்ள வேண்டும். പോരാടി പ്രാർത്ഥിക്കുന്നവർ വീട്ടിനകത്ത് എഴുന്നേറ്റ് വരട്ടെ. போராடி ஜெபிக்கிறவர்கள் நாட்கள் எழும்புவார்களாக. യുദ്ധം ചെയ്ത് പ്രാർത്ഥിക്കുന്നവർ എഴുന്നേറ്റ് വരട്ടെ. യുദ്ധം ചെയ്ത് ജെപിക്കുന്നവർ എഴുമ്പട്ടും. അവൻ ഈ വിഷയത്തിന് മറുപടി ഇല്ലാതെ ഞാൻ എന്റെ ദൈവത്തിൽ നിന്ന് മാറത്തില്ല എന്ന് പറയുന്നവർ എഴുന്നേറ്റ് വരട്ടെ. കാര്യത്തിന് ബദൽ കിടക്കും വരയ്ക്ക് ഞാൻ വിടമാട്ടേ എന്ന് ചൊല്ലി ജെപിക്കുന്നവർ എഴുമ്പുവാர்களாக. ഒരു യുദ്ധ സമാനമായ പ്രാർത്ഥന വെളിപ്പെടട്ടെ. യുദ്ധത്തിന് സമാനമായ ഒരു ജപ വെളിപ്പെടട്ടെ. അവൻ യാക്കോബ് മല്ലു പിടിച്ചതുപോലെ, യാക്കോബ് മേற்കൊണ്ടതുപോലെ, യാബോക്ക് എന്ന കടവിൽ യാക്കോബ് മല്ലു പിടിച്ചതുപോലെ, യാക്കോബിൻ പക്കത്തിലെ യാക്കോബ്
പോരാടി മേൽക്കൊണ്ടതുപോലെ തന്റെ കുടുംബത്തെയും തന്റെ സകല മൃഗത്തെയും അക്കരെ കടത്തിയ ശേഷം തന്റെ കുടുംബത്തെ എല്ലാവരെയും അക്കരയ്ക്ക് അപ്പുറപ്പെടുത്തിയ പിൻപ് അന്നു രാത്രി താൻ ദൈവവുമായിട്ട് മല്ലുപിടിക്കുകയാണ്. അന്ന് രാത്രി വേളയിൽ ദേവനോട് പോരാടിനാൻ. കാരണം പ്രഭാതമാകുമ്പോൾ കൊല്ലാൻ യേശാവ് റെഡിയായി നിൽക്കുകയാണ്. തന്നെ കൊല്ലുന്നതിന് യേശാ റെഡിയായി നിന്നുകൊണ്ടിരിക്കുകയാണ്. അന്നു രാത്രിയില് ഒരു യുദ്ധ സമാനമായ പ്രാർത്ഥന വെളിപ്പെടുകയാണ്. ഒരു യുദ്ധത്തിക്ക് സമമായ ഒരു ജപം വെളിപ്പെടുகிறது. ഒരു സാധാ പ്രാർത്ഥന കൊണ്ട് കഴിയത്തില്ലത്. ഒരു സാധാരണമായ ഒരു ജപത്തിനാൽ മുടിയാതെ അവൻ യുദ്ധ സമാനമായ പ്രാർത്ഥന വെളിപ്പെടുകയാണ്. യുദ്ധത്തിക്ക് സമാനമായ ഒരു ജപം. അവൻ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. എന്നെ ആശീർവദിച്ചാൽ ഒളിയോമായി പോകവിടെ. എന്താ യാക്കോബിനും സമ്പത്തില്ലേ? യാക്കോബിക്ക് സ്വത്തുകളില്ല. സമ്പത്തുണ്ട്, നല്ല സ്വത്തുകളുണ്ട്. അതൊന്നുമല്ല യഥാർത്ഥ അനുഗ്രഹം. അത് അല്ല ഉണ്മயான ആശീർവാദം. ഒരുവന്റെ കൂടെ ദൈവം ഇറങ്ങി നിൽക്കുന്നതാണ് യഥാർത്ഥ അനുഗ്രഹം. ഒരുവനോട് കൂടെ ദേവൻ ഇരുപ്പതേ ഉണ്മயான ആശീർവാദം. നിന്റെ വീടും കാറും അല്ല നിന്റെ അനുഗ്രഹം. അവരുടെ വീടും കാറും അല്ല ഉണ്മயான ആശീർവാദം. നിന്റെ വസ്തുവകകൾ അല്ല നിന്റെ അനുഗ്രഹം. അവരുടെ വസ്തു പ്രോപ്പർട്ടീസ് അല്ല ഉണ്മயான ആശീർവാദം. നിന്റെ തലമുറ അല്ല നിന്റെ അനുഗ്രഹം. തലമുറകൾ അല്ല ഉണ്മയുടെ ആശീർവാദം. ഒരുവന്റെ കൂടെ ദൈവം ഇറങ്ങി നിൽക്കുന്നതാണ് അനുഗ്രഹം. ഒരുവനോട് കൂടെ ദേവൻ ഇരുപ്പതേ ആശീർവാദം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്. എത്ര പേര് പുരിഞ്ഞുകൊള്ളുകീர்கள்? നിന്റെ ഫോർച്യൂണർ കണ്ടിട്ട് അത് അനുഗ്രഹമാണെന്ന് നീ പറയരുത്. ഉൻകിட்ட இருக்க விலை கூடிய காரை பார்த்து அது ஆசீர்வாதம் நினைக்க கூடாது. ഒരിക്കലും അതല്ല അനുഗ്രഹം. അതല്ല ആശീർവാദം. അതൊക്കെ ദൈവത്തിന്റെ ദാനങ്ങളാണ്. അത് ദേവനോട് ഈവായി കൊടുത്തവകൾ. എന്നാൽ നിന്റെ കൂടെ ദൈവം ഇറങ്ങി നിൽക്കണമെങ്കിൽ, ஆனால் தேவனோடு கூட இருக்க வேண்டும். ദൈവം നിന്റെ കൂടെ ഇറങ്ങി നിൽക്കണമെങ്കിൽ தேவன் உனக்காக இறங்கி வரணும். ഒരു യുദ്ധ സമാനമായ പ്രാർത്ഥന ആവശ്യമാണ്. ഒരു യുദ്ധത്തിക്ക് സമமான ജപം தேவை. എത്ര പേർ വിശ്വസിക്കുന്നു രാത്രിയിൽ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ നിന്നെ ഉപദേശിച്ചു വഴി നടത്തും. അവർ ഉനക്ക് കற்றுതന്ന് നടത്തുവാർ. അവൻ നിന്നെ ഉപദേശിച്ചു വഴി നടത്തും. അവർ ഉനക്ക് കற்றுതന്ന് നടത്തുവാർ. അവൻ നിന്നെ ഉപദേശിച്ചു വഴി നടത്തും. അവർ ഉന്നെ ബോധിച്ച് നടത്തുகிறவர். ഓക്കേ, ഇവിടെ അമാലേക്യരോട് യോശുവ യുദ്ധം ചെയ്യുകയാണ്. இந்த இடத்துல അമലേക്യരോട് കൂടെ യോശുവ യുദ്ധം பண்ண പോകുகிறார். 10-ാം വാക്യം, മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. മോശെ തന്നോട് சொன்னதுപോലെ യോശുവ ചെയ്താൻ. മോശയ്ക്ക് ശേഷം യോശുവയെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. മോശയ്ക്ക് പിൻപായി യോശുവയെ ദേവൻ എഴുപ്പുகிறாർ. മോശ ഒരു കാര്യം പറഞ്ഞാൽ യോശുവ തിരസ്കരിക്കത്തില്ല. മോശെ ഒരു കാര്യത്തെ சொன்னா യോശുവ അത് തള്ളിവിട മാட்டாൻ. യുദ്ധം ജയിക്കുകയോ തോൽക്കുകയോ തനിക്ക് വിഷയമുള്ള കാര്യമല്ല. യുദ്ധത്തിലെ വെற்றிയോ തോൽവിയോ അവന് ഒരു പ്രശ്നമില്ല. പക്ഷേ എന്റെ മീതെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന മോശ എന്ന് പറയുന്ന ദൈവമനുഷ്യൻ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. എനിക്ക് മേലായി ദേവൻ നിയമിച്ചിരിക്കുന്ന ഒരു മനുഷ്യനായ മോശ എന്നെ சொன்னாலும் കീഴ്പ്പെടുവേൻ. ഇന്ന് രാത്രി മനസ്സിലാക്കണം, ദൈവം നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ, ഇന്ന് രാത്രി പുരിഞ്ഞുകൊള്ളണം, ദേവൻ നിന്നെ ആശീർവദിക്ക വേണ്ടുമാണെങ്കിൽ നിന്റെ മേൽ ഒബീഡിയൻസ് ഉണ്ടാകണം, അനുസരണം ഉണ്ടാകണം. ഉനക്കുള്ള ഒരു കീഴ്പ്പെടുതൽ ഉണ്ടാക വേണ്ടും. യാഗത്തെക്കാളും അനുസരണം വലിയതാണ്. ബലിയെ പാർക്കലും കീഴ്പ്പെടുതൽ മുഖ്യമാണ്. ബലിയേക്കാളും അനുസരണം അത്യാവശ്യമാണ്. ബലിയെ പാർക്കലും കീഴ്പ്പെടുതൽ മേൽ. നീ എത്ര കൊടുത്തിട്ടും നിനക്ക് അനുസരണമില്ലെങ്കിൽ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ കഴിയത്തില്ല. ആണ്ടവർക്ക് എവ്വളോ കൊടുത്തും ഉനക്ക് കീഴ്പ്പെടുതൽ ഇല്ലെങ്കിൽ അതിന് പ്രയോജനമില്ല. അമാലേക്യരോട് യോശുവയും തന്റെ കൂടെയുള്ളവരും പൊരുതുകയാണ്. அந்த അമലേക്യരെ യോശുവയും തന്നോട് കൂടെയുള്ള മനുഷ്യനെ കൊണ്ടുപോടുകയാണ്. മോശ കുന്നിന്റെ മുകളിൽ വടി പിടിച്ചു കൈ ഉയർത്തി നിൽക്കുകയാണ്. മോശ அந்த മലയുച്ചിയിലെ കോலை പിടിച്ചുകൊണ്ട് കൈകൾ ഉയർത്തി നിന്നുകൊണ്ടിരിക്കുകയാണ്. മോശ ഒറ്റയ്ക്കല്ല പോയത്. മോശെ തനിയായി പോകവില്ല. തന്റെ കൂടെ അഹരോനുണ്ട്, ഹൂരുണ്ട്. തന്നോട് കൂടെ ആരോനും ഊരെയും കൊണ്ടുപോയി. തന്റെ കൂടെ അഹരോനുണ്ട്, ഹൂരുണ്ട്. തന്നോട് കൂടെ ആരോനെ ഊരെയും കൂട്ടി പോയിരിക്കുന്നു. മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ, മോശയുടെ കൈ വലിക്കാൻ ആരംഭിച്ചപ്പോൾ, മോശയുടെ കരം ഉയർന്നു നിൽക്കുമ്പോൾ തനിക്ക് ഭാരം തോന്നിയപ്പോൾ, മോശ തന്റെ കൈ ഉയർന്നിരിക്കുമ്പോൾ ഭാരമായി തോന്നിയപ്പോൾ, എന്താണ് കരം ഉയർത്തുമ്പോൾ സംഭവിക്കുന്നത്? കരത്തെ ഉയർത്തുമ്പോൾ എന്നെ നടക്കുന്നത്? മോശ കരം ഉയർത്തുമ്പോൾ യോശുവ ജയിക്കും. മോശെ കരത്തെ ഉയർത്തുമ്പോൾ ഇസ്രായേലുകൾ മേൽക്കൊണ്ടാர்கள். മോശ കരം താഴ്ത്തുമ്പോൾ ഇസ്രായേൽ മക്കൾ തോൽക്കും. മോശെ കരങ്ങളെ കീഴെ വിടുമ്പോൾ ഇസ്രായേലുകൾ തോറ്റു പോനാர்கள். മോശ കരം ഉയർത്തുമ്പോൾ ജനം ജയിക്കും. മോശെ കരത്തെ ഉയർത്തുമ്പോൾ ഇസ്രായേലുകൾ മേൽക്കൊണ്ടാர்கள். മോശ കരം താഴ്ത്തുമ്പോൾ ജനം തോൽക്കും. മോശെ ജനത്തെ കരങ്ങളെ താഴ്ത്തുമ്പോൾ ജനങ്ങൾ തോറ്റു പോകുകയാണ്. രാത്രി നീ ഒരു കാര്യം മനസ്സിലാക്കണം. രാത്രി വേള ഒരു കാര്യത്തെ പുരിഞ്ഞുകൊള്ളുക. നീ തകർന്നു പോകാത്തത് ആരുടെയൊക്കെയോ പ്രാർത്ഥനയാണ്. നീ ഉടൈந்து പോകാത്തത് നിർമ്മലമാകാത്ത യാരുടെ ജപങ്ങളോ. നീ ചിന്തിക്കേണ്ടത് നിന്റെ വലിയ കഴിവുകൊണ്ടാണെന്ന്. നീ ചിന്തിക്ക വേണ്ട ഉന്നയുടെ തിറമയിലാണ്. നീ ചിന്തിക്കേണ്ടത് നിന്റെ വലിയ മിടുക്കുകൊണ്ടാണെന്ന്. നീ ചിന്തിക്ക വേണ്ട നീ ഉന്നയുടെ തിറമയിലാണ്. നിന്റെ അപ്പനോ അമ്മയോ നിന്റെ ബന്ധുക്കളോ പാസ്റ്ററോ ആരോ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പാമോ അമ്മാവോ ഇല്ല ഉന്റെ സ്വന്തക്കാരങ്ങളോ പാസ്റ്ററോ ഉനക്കായി ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് വേണ്ടി ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട്. ഉനക്കായി ആരോ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നീ ഇന്നും ജീവനോടായിരിക്കുന്നത്. അതിനാൽ ഇന്നേക്കും ജീവനോടിരിക്കുകയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറെ നേരം കഴിഞ്ഞപ്പോൾ
கொஞ்ச நேரம் தாண்டும் போது തന്റെ കൈക്ക് ഭാരം തോന്നി. அவனுடைய கை அசந்து போனது. ആമേൻ. ഭാരം തോന്നിയപ്പോൾ കൈകൾ അസந்து പോന போது അഹരോനും ഹൂരിനും മനസ്സിലായി കൈ താന്നു വരുന്നുണ്ട്. ആരോനും ഊരും പുറത്തു കൊണ്ടാர்கள். അവരുടെ കരങ്ങൾ താഴ വന്നു കൊണ്ടിരിക്കുന്നു. ഇവർ ശ്രദ്ധയോടെ മോശയെ നോക്കി നിൽക്കുകയാണ്. ഇവർ മോശയെ ரொம்ப சீக்கிரம் கவனித்து கொண்டிருக்கிறார்கள். മോശയ്ക്ക് എന്തെങ്കിലും താഴ്ച വരുന്നുണ്ടെങ്കിൽ താങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. മോശയുടെ കരങ്ങൾ സോർന്ന് അസந்து പോകുമ്പോൾ அதை താങ്ങി പിടിക്കുന്നു നിൽക്കുകയാர்கள். ആമേൻ. ഇന്ന് രാത്രി നിനക്ക് നല്ല പ്രാർത്ഥനാ ബന്ധങ്ങൾ വന്നു ചേരട്ടെ. ഇന്ന് രാത്രി വേളയിൽ നല്ല ജീവനക്കായി ജപിക്കുന്ന ഒരു ഐക്യം ഉണ്ടാകട്ടെ. നിനക്ക് നല്ല പ്രാർത്ഥന ജപിക്കാമേ പ്രാർത്ഥിക്കുന്നവരെ കയറി വരട്ടെ. ഇന്ന് നാട്ടിൽ ഒരു നല്ല ജപ ഐക്യം വരട്ടെ. ആമേൻ. ചിക്കൻ കാലം കഴിച്ചു നിൽക്കുന്നവരെ അല്ല നമുക്ക് ആവശ്യം. എന്നാൽ ചിക്കൻ പീസ് കടിക്കற அப்படி നண்பர்களല്ല നമുക്ക് தேவை. KFC കഴിക്കുന്നവരെ അല്ല നമുക്ക് ആവശ്യം. നമ്മൾ KFC സാപ്പിടുறவங்கள നമുക്ക് தேவை. ആമേൻ. യൂട്യൂബിൽ ആമേൻ ഫുഡ് വ്ലോഗ് കണ്ട് അതും ഇതും കഴിക്കാൻ പോകുന്നവരെ അല്ല നമുക്ക് ആവശ്യം. യൂട്യൂബിലെ പല കാര്യങ്ങളെ பார்த்து சாப்பிடுறதுக்கு தேவை அவங்கள നമുക്ക് தேவை. അത് കഴിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അത് சாப்பிட கூடாதுன்னு நான் சொல்லவில்லை. പ്രാർത്ഥിക്കേണ്ട സമയത്ത് മുഴങ്കാൽ ആമേൻ മടക്കുന്ന ആമേൻ ചില ബന്ധങ്ങൾ ആവശ്യമാണ്. தேவைയുള്ള നേരത്തിൽ മുഴങ്കാൽ മടക്കി ജപിക്കുന്ന നட்புறவுகள் வேண்டும். ഒരു വിഷയം കയറി വരുമ്പോൾ, ഒരു കാര്യം നമുക്ക് മേന്മയായി വരുമ്പോൾ, ഒരു പ്രശ്നം കയറി വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ നിനക്കൊന്ന് വിളിച്ച് പറയാൻ ചില ബന്ധങ്ങൾ ഉണ്ടായിരിക്കണം. ഉനക്ക് കൂപ്പിട്ട് ചൊല്ലുறதுக்கு ഒരു നല്ല ഉറവുകൾ வேண்டும். അവൻ നിനക്ക് വേണ്ടി വിശ്വസ്തയോടെ പ്രാർത്ഥിക്കാൻ നല്ല ബന്ധങ്ങൾ ഉണ്ടായിരിക്കണം. ഉണ്മയായി ജപിക്കുന്ന നല്ല ഐക്യം വേണം. യേശുവിന്റെ നാമത്തിൽ അത് ഉണ്ടായി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് വരട്ടെ. ഹല്ലേലൂയ. 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 മോശയുടെ കരം താണു വരികയാണ്. മോശയുടെ കരങ്ങൾ സോർന്നു പോകുമ്പോൾ ആമേൻ. അഹരോനും ഹൂരും ആമേൻ ഒരു കല്ല് ആമേൻ എടുത്തു വെച്ചു. ആരോൻ ഊര് രണ്ട് കற்களை അവർക്ക് എടുത്തു വെക്കാറുകൾ. മോശയെ അതിന്റെ മേൽ ഇരുത്തി. മോശയെ അതിന്റെ മേൽ ഉക്കാര വെച്ചു. കാരണം കരം ഉയർന്നെങ്കിലേ ജനം ജയിക്കത്തുള്ളൂ. കാരണം കരം ഉയർന്നിരുന്നാലേ ജനങ്ങൾ മേൽക്കൊള്ളുവാர்கள். അഹരോൻ ഇപ്പുറത്തും ഹൂര് അപ്പുറത്തുമായി നിൽക്കുന്നു. ആരോൻ ഒരു പക്കത്തിലും ഊർ ഇന്നൊരു പക്കത്തിലും നിൽക്കുകയാர்கள். അവർ രണ്ടുപേരും കൈ താങ്ങുകയാണ്. രണ്ടുപേരും മോശയുടെ കരങ്ങളെ താങ്ങി പിടിച്ചു കൊണ്ടാர்கள். അവര് കാലേ വലിച്ച് താഴെയിട്ടില്ല. അവനെ കീഴെ പിടിച്ച് ഇழுத்து പോടവില്ല. അവര് കാലേ വലിച്ച് താഴെയിട്ടില്ല. അവനെ കാലെ പിടിച്ച് കീഴെ ഇழுத்து പോടല്ല. നമ്മുടെ പല അണ്ണന്മാരും നമുക്ക് പലരോ അവരുടെ അകത്തൊരു ചിന്ത വരും. അവർക്കുള്ള ഒരു യോസന വരും. എങ്ങനെങ്കിലും മോശ ഒന്ന് താഴെ ഇട്ടിട്ട് വേണം എനിക്കൊന്ന് കയറാൻ. എപ്പടിയാത് മോശയെ കാലെ പിടിച്ച് കീഴെ എടുത്ത് പോട്ടിട്ട് നമ്മ മേലെ ഏറിടണം. മോശ ഇരിക്കുന്ന സീറ്റ് എനിക്ക് കിട്ടിയാൽ നല്ലതായിരിക്കും. മോശ ഇരിക്കുന്ന அந்த സ്ഥാനം എനിക്ക് കിടച്ചാൽ നമ്മ നല്ലതായിരിക്കും. മോശയെ ഇരിക്കുന്ന സീറ്റ് നല്ല സീറ്റ്. കാരണം അത്ഭുതം നടക്കുന്നുണ്ടല്ലോ. ஏன்னா മോശ இருக்கிற சீட் நல்ல சீட். ஏன்னா அதுல அற்புதம் நடக்குது. എങ്ങനെങ്കിലും അത് എനിക്ക് കിട്ടിയാൽ നല്ലതായിരിക്കും. எப்படியாவது எனக்கு கிடைச்சா ரொம்ப நல்லா இருக்குமே. ഇപ്പോഴാകുമ്പോ ആരും ഇല്ല അവിടെ. இப்போ ஏன்னா വേറെ ആരും പാക്കறது ഇല്ല. ഇസ്രായേൽ മക്കൾ കുറച്ച് പേർ യുദ്ധത്തിന് പോയിരിക്കുന്നു. ഇസ്രായേലർ கொஞ்சம் പേർ യുദ്ധത്തിന് പോയിരിക്കാர்கள். കുറച്ച് പേർ താഴ്വരയിലായിരിക്കുന്നു. கொஞ்சம் നേരം கொஞ்சம் കൂടാരങ്ങളിൽ ഇരിക്കാங்க. അഹരോനും ഹൂരുമായ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ആരോനും ഊരുമായി നാങ്ക രണ്ട് പേർ மட்டும்தான் இருக்கிறோம். കാലേ വാരി താരയിട്ട് ഇവിടെ മൂടി കഴിഞ്ഞ ആരും അറിയത്തില്ല. കാലവാരി കീഴിട്ട് ഇങ്ങ മൂടിപ്പെട്ട ആരും பார்க்க முடியாது. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുന്നുണ്ട്. കുഞ്ഞാ, നീ ചതിച്ചു നേടുന്നതൊന്നും, നീ സതിച്ച് ഒരു മനുഷ്യനെ സതിച്ച് നേടുകിற ഒന്നും, നീ വഞ്ചിച്ചു നേടുന്ന ഒന്നും, നീ വഞ്ചിച്ച് സമ്പാദിക്കുന്നത് ഒന്നും നിന്റെ ജീവിതത്തിനകത്ത് നിലനിൽക്കത്തില്ല. ഉന്റെ வாழ்க்கையில നിലനിൽക്കാതെ. ഹല്ലേലൂയ. 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 വേദപുസ്തകം പഠിക്കുമ്പോൾ വേദം சொல்கிறது. ആമേൻ. ഇസ്കരിയോത്ത യൂദാവിനെ നമുക്കറിയാം. യൂദാസ് കാരിയോത്തെ നമുക്ക് தெரியும். അവനെ യേശു കർത്താവ് ട്രഷറർ ആക്കി വെച്ചു. അവനെ യേശു ഒരു പൊരുളാളറാ വെച്ചിരുന്നാரு. അവൻ ഇവൻ വല്ലപ്പോഴും അല്ല എപ്പോഴും അവൻ എടുത്തോണ്ടിരിക്കുവായിരുന്നു. എപ്പോഴും ഇവന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നു. അത് യേശുവിന് അറിയാമായിരുന്നു. അത് യേശുക്ക് தெரியும். എന്താ സംഭവിച്ചത് അവസാനം? അത് എന്നെ നടന്നത് കടയില്ല. അവൻ നേടിയതൊന്നും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അവൻ സമ്പാദിച്ചത് ഒന്നും കൊണ്ടുപോകാൻ முடியவில்லை. പുള്ളി യേശുവിന് 30 വെള്ളിക്കാശിന് വിറ്റു. ഇപ്പോൾ മനുഷ്യൻ യേശുവിന് 30 കാശ് വെച്ചു പോട്ടാ. ഇവൻ യേശു ഇങ്ങനെ പിടി കൊടുക്കുമെന്ന് അവൻ വിചാരിച്ചില്ല. യേശു ഇപ്പടി പിടിച്ചു കൊടുപ്പാർ അവൻ നനക്കല. പുള്ളി വിചാരിച്ചത് 30 വെള്ളിക്കാശിന് വിറ്റാലും കുഴപ്പമില്ല, യേശു എന്തെങ്കിലും അത്ഭുതം കാണിച്ചെങ്കിൽ വെളി വരുമെന്ന് വിചാരിച്ചു. അവൻ നനച്ചിരുന്ന 30 കാശ് വിറ്റാലും യേശു കടച്ചിൽ ഒരു അത്ഭുതം ചെയ്ത് തപ്പിച്ചു വന്നിരുവാരെന്ന് നനച്ചാ. കാരണം കാശ് എന്റെ കൈ ഇരിക്കുകയും ചെയ്യും, യേശു കർത്താവ് വെളി വരികയും ചെയ്യും. കാശ് എന്റെ കയ്യിൽ ഇരിക്കുകയും ചെയ്യും, യേശു വിടുതലായി വന്നിരുവാര്. അവൻ വക്രബുദ്ധി ഒരിക്കലും നമുക്ക് നല്ലതല്ല. ഇപ്പടിപ്പെട്ട വക്രബുദ്ധി നമുക്ക് നല്ലത് കിടാതെ. അവൻ അവസാനം ഒരു കയറിൽ അവൻ തൂങ്ങി പോകേണ്ടി വന്നു. കടയിൽ അവൻ നാൻ തൂങ്ങി സെത്ത് പോകുന്ന. ആരെയും ചതിച്ച് നമ്മൾ ഒന്നും നേടരുത്. യാരെയും സതിത്ത് വഞ്ചിത്ത് നാം ആരുടെ ഒരു രൂപ എന്റെ വീട്ടിൽ ആവശ്യമില്ലാതെ വരരുത്. മറ്റവരുടെ ഒരു രൂപ നമ്മുടെ വീട്ടിലെ തേവറ്റ പണം. ആരുടെയും കണ്ണീർ വീണ പൈസ എന്റെ കയ്യിൽ വരരുത്. മറ്റവരുടെ കണ്ണീരിലെ വിழுந்த പണങ്ങൾ നമുക്ക് വരക്കൂടാതെ. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. ദേവന്റെ ആശീർവാദത്താൽ നമുക്ക് പൊരുൾ പെരുകും. മനുഷ്യന്റെ അധ്വാനത്തോട് അത് കൂട്ടുന്നതുമില്ല. അത് നാം പ്രയാസപ്പെട്ട് അത് കൂട്ട വേണ്ടി തേവയില്ല. രാത്രി നീ മനസ്സിലാക്കണം, ദൈവം നിന്നെ ആശീർവദിച്ചാൽ, രാത്രി വെളുപ്പുരുത്തികൾ ദേവനെ ആശീർവദിക്കുമ്പോൾ സമ്പത്ത് കയറി വന്നിരിക്കും. അവരുടെ ആശീർവാദങ്ങൾ സ്വത്തുക്കൾ പെരുകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ അഹരോനും ഹൂരും ശക്തമായി കൈ താങ്ങുകയാണ്. இந்த இடத்துல ஆரோனும் ஊராவனை தாங்கிக் கொள்ளுகிறார்கள். കാരണം തന്റെ കൈക്ക് ഭാരമേറി വരികയാണ്. അവരുടെ കൈകൾ അയർന്നു പോകുമ്പോൾ രണ്ടുപേരും താങ്ങുകയാണ്. രണ്ടുപേരും
താങ്ങിക്കൊള്ളുகிறார்கள். വേദപുസ്തകം പറയുന്നു, വേദം சொல்லுகிறது, ആമേൻ, ഇവർ കൈ താങ്ങിയതുകൊണ്ട് ജനം ജയിച്ചു മടങ്ങി വന്നു. ഇവர்கள் கைகளை தாங்கி உயர்த்தி பிடிக்கும்போது ஜனங்கள் மேற்கொண்டார்கள் என்று. രാത്രി ഒരു കാര്യം മനസ്സിലാക്കണം. രാത്രി ഒരു കാര്യത്തെ പുരിഞ്ഞുകൊള്ള வேண்டும். മോശയ്ക്ക് ഒറ്റയ്ക്ക് കഴിയത്തില്ല. മോശയെ ഒരുവനാലും முடியாது. പക്ഷേ ഒരു അഹരോനും ഹൂരും ഒരുമിച്ച് നിന്നപ്പോൾ, ஆனால் ആരോനും ഊരും ഒരുമിച്ച് നിന്നപ്പോൾ ജനം ജയിക്കുവാനിടയായി തീർന്നു. ജനം ജയിക്ക முடிந்தது. ജനം ജയിക്കുവാനിടയായി തീർന്നു. ഒരു ജയം ഉണ്ടായിരുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഐക്യമത്യപ്പെടുന്ന ദൈവിക ബന്ധങ്ങൾ കയറി വരട്ടെ. இப்படிப்பட்ட நல்ல ஐக்கியமுள்ள நட்புறவுகள் வருவதாக. അഹരോനെ ഹൂരിനെയും ദൈവം മറന്നില്ല. ആരോനെ ഊരെയും ദേവൻ മറന്നു പോകവില്ല. വേദപുസ്തകം പറയുന്നു, വേദം சொல்லுகிறது, അഹരോന്റെ മക്കൾ രണ്ടുപേര് ആലയത്തിൽ ശുശ്രൂഷ ചെയ്തു. ആരോന്റെ രണ്ട് പിള്ളകൾ ദേവന്റെ ആലയത്തിൽ ഊഴിയം ചെയ്താர்கள். ഹൂരിന്റെ മക്കൾ ഉണ്ടായിരുന്നു. ഊരിന്റെ മക്കൾ, മകന്റെ പേര് ബെസലിയേൽ. മകന്റെ പേര് ബെസലിയേൽ. വേദപുസ്തകം പറയുന്നു, വേദം சொல்லுகிறது, അവനെ സമാഗമന കൂടാരത്തിന്റെ പണിക്ക് വേണ്ടി ദൈവത്തിന്റെ ദിവ്യ ആത്മാവിനാൽ ദൈവം അവനെ നിറച്ചു. അവൻ സാലോമോന്റെ ദേവന്റെ ആലയ വേലയ്ക്കാக അവന്റെ ദേവന്റെ ആവിയാൽ അവൻ നിറപ്പപ്പെട്ടാൻ. സമാഗമന കൂടാരത്തിന് വേണ്ടി പണിക്ക് വേണ്ടി, அந்த ദേവന്റെ ആലയത്തിന് വേലയ്ക്കാக, സമാഗമന കൂടാരത്തിന് പണിക്ക് വേണ്ടി, ദേവന്റെ ആസരിപ്പ് കൂടാരത്തിന് വേലയ്ക്കാக ഇവന്റെ മേലൊരു ദിവ്യ ആത്മാവിനെ ദൈവം പകരുകയാണ്. ഇവന്റെ മേലെ വിശേഷത ആവി ദേവൻ അരുളുകയാണ്. വേദപുസ്തകം പറയുന്നു, വേദം சொல்லுகிறது, അവൻ ചിന്തിച്ച് ഗ്രഹിച്ച് ചെയ്യാൻ കഴിയുന്ന കൊത്തുപണികൾ ചെയ്യാൻ കഴിയുന്ന വിശേഷമാകുന്ന ജ്ഞാനത്താൽ ബെസലിയേലിനെ ദൈവം നിറച്ചു. അവൻ യോസിച്ച് ചെയ്യக்கூடிய മുഖ്യமான വേലകൾ കൊത്തുവേലകൾ അവന് ഏർപ്പെടുത്തപ്പെട്ടാൻ. അവനൊരു വ്യത്യസ്തനായ അഭിഷേകത്താൽ ദൈവം അവനെ നിറച്ചു. അവനെ വിശേഷിച്ച ഒരു അഭിഷേകത്താൽ ദൈവം നിറയ്ത്താൻ. പിന്നെ എന്താ കാരണം? അവരുടെ കാരണം என்ன? ഒരപ്പൻ ഇവിടെ കൈ താങ്ങിയായിരുന്നു. അവരുടെ തകപ്പൻ കരത്തെ താങ്ങി പിടിത്തത്. ഒരപ്പൻ ജനം ജയിക്കാൻ വേണ്ടി കൈ താങ്ങിയായിരുന്നു. തകപ്പൻ ജനം മേൽക്കൊള്ളവർക്ക് കരത്തെ താങ്ങി പിടിത്തത്. രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. രാത്രിയിലെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ദൈവ വേലയ്ക്ക് വേണ്ടി നീ കൈ താങ്ങൽ കൊടുക്കുമ്പോൾ, ദൈവത്തിന്റെ വേലയ്ക്കായി കൊണ്ട് കരത്തെ കൊടുക്കുമ്പോൾ, നിന്നെ മാത്രമല്ല, നിന്നെ മറ്റുമല്ല, നിന്റെ തലമുറയെയും, നിന്റെ തലമുറകളെയും, നിന്റെ തലമുറയുടെ തലമുറയെയും തലമുറ എന്റെ ദൈവം മറക്കത്തില്ല. എന്റെ ദേവൻ മറപ്പതില്ല. ഹൂരിന്റെ മകൻ ബെസലിയേൽ വലിയ യൂണിവേഴ്സിറ്റി പോയി പഠിച്ചത് കൊണ്ടല്ല, ഊരിന്റെ മകൻ ബെസലിയേൽ പെരിയൊരു യൂണിവേഴ്സിറ്റി പോയി പഠിച്ചതിനാലല്ല, ഒരപ്പൻ ഇവിടെ ഒന്ന് കൈ താങ്ങി കൊടുത്തു. അവനുടെ തകപ്പൻ ഇവിടെ കൈകളെ താങ്ങി. ഞാൻ ഒരു ദൂത് പറയാം. ദേവന്റെ വാർത്തയെ சொல்லுகிறேன். നീ ദൈവരാജ്യത്തിന് വേണ്ടി കൈകൾ താങ്ങുമ്പോൾ, നീ ദേവന്റെ രാജ്യത്തിന്റെ കരങ്ങളെ താങ്ങുമ്പോൾ, ദൈവസഭയോട് നീ ചേർന്ന് നിൽക്കുമ്പോൾ, ദേവന്റെ സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ, നീ കാണാത്ത അനുഗ്രഹം നിന്റെ തലമുറ കണ്ടിരിക്കും. നീ പാർക്കാത്ത ആശീർവാദങ്ങളുടെ തലമുറകൾ പാർക്കും. നീ കാണാത്ത നന്മകൾ നിന്റെ തലമുറ കണ്ടിരിക്കും. പാർത്തിരാത്ത നന്മകളുടെ തലമുറകൾ പാർക്കും. ദൈവം അവരെ ഒരു നാളും മറന്നു പോകത്തില്ല. ദേവൻ അവരെ ഒരുപോലും മറപ്പതില്ല. ഇന്നലകളിൽ നീ ദൈവത്തിന് വേണ്ടി ചെയ്തത്, പല പിന്ത് നാളുകൾ ദേവനുക്കായി ചെയ്തത്, ഇന്നലകളിൽ ദൈവത്തിന് വേണ്ടി കൊടുത്തത്, ദേവനുക്കായി കൊടുത്തവകളെ മറ്റുള്ളവരെല്ലാം ദൈവസഭയെ തള്ളിക്കളഞ്ഞപ്പോൾ നീ ദൈവസഭയ്ക്ക് വേണ്ടി നിന്നത്, മറ്റവர்கள் ദേവന്റെ സഭയെ മറന്നപ്പോൾ നീ ദേവനുക്കായി നിന്നത് ദൈവം മറക്കത്തില്ല. ദേവൻ മറപ്പതില്ല. ഇന്നല്ലെങ്കിൽ നാളെ, അത് ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ തലമുറകളെയും അതിന്റെ തലമുറകളെയും 1000 തലമുറ വരെയും ദൈവം അനുഗ്രഹിക്കാൻ വിശ്വസനത്തിലെ അടുത്ത തലമുറ 1000 തലമുറകൾ ദേവൻ ആശീർവദിപ്പാർ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ ദൈവം മറക്കാൻ അവൻ അനീതിയുള്ള ദൈവമല്ല. മറന്നു വിടരുക ദേവൻ അനീതിയുള്ളവരല്ലവേ. അവൻ നല്ല ബന്ധങ്ങൾ നമുക്ക് കയറി വരട്ടെ. നല്ല ഉറവുകൾ നമുക്ക് വേണം. നീ 1 രൂപ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുത്തെങ്കിൽ, നീ 1 രൂപ ദേവനുക്കായി കൊടുപ്പായ, അത് മനസ്സോടാണെങ്കിൽ, അത് ഉണ്മയാ കൊടുപ്പായ, വിധവയുടെ 2 കാശ് പോലുള്ള മനസ്സോടെയാണ് നീ കൊടുത്തതെങ്കിൽ, വിധവ 2 കാശ് കൊടുത്തപ്പോൾ ഉണ്മയാ കൊടുപ്പായാണ്. നിന്റെ തലമുറയുടെ മേൽ നീ കൊയ്ത്ത് വിളിച്ചു വരുത്തുകയാണ്. ഉരുടെ തലമുറകൾ ഒരു പെരിയ അറുവടை നീ കൊണ്ടുവരുക. നിന്റെ തലമുറയുടെ മേൽ കൊയ്ത്ത് വിളിച്ചു വരുത്തുകയാണ്. ഉരുടെ തലമുറകൾ മേൽ പെരിയ ഒരു അറുവടை നീ കൊണ്ടുവരുക. നിന്റെ തലമുറയ്ക്ക് നീ കെട്ടും പൂട്ടും ഉണ്ടാക്കി വെക്കരുത്. ഉരുടെ തലമുറകൾക്ക് നീ പെരിയ പെരിയ ലോക്കെങ്കിലും വെക്കக்கூடாது. നീ ചെയ്യേണ്ടത് നിന്റെ തലമുറയ്ക്ക് ഒരു അനുഗ്രഹം ഉണ്ടാക്കി വെക്കണം. നീ ഉരുടെ തലമുറയ്ക്ക് ഒരു ആശീർവാദത്തിന് ഉണ്ട് പണി വെക്കണം. ദൈവസഭയോട് നീ ചേർന്ന് നിൽക്കണം. നീ ദേവന്റെ സഭയോട് ചേർന്ന് നിൽക്കണം. അഹരോനും ഹൂരും മോശയോട് ചേർന്ന് നിന്നതുപോലെ, ആരോനും മോശയോട് ചേർന്ന് നിന്ന പോലെ, ആമേൻ, അതുപോലെ ദൈവസഭയോട് നമ്മൾ ചേർന്ന് നിൽക്കണം. അതുപോലെ ദേവന്റെ സഭയോട് നാം ഒരുമിച്ച് നിൽക്ക വേണം. നമ്മൾ മുഖേന ഒരു ദൈവദാസൻ കരയരുത്. നമ്മൾ മൂലമായി ഒരു ദേവന്റെ മനതൻ ആളക്കൂടാതെ. നമ്മൾ അവരെ
അവരെ താങ്ങുക തന്നെ ചെയ്യണോ? നാം അവരെ താങ്ങി പിടിക്ക വേണം. നിനക്ക് മാത്രമല്ല നിന്റെ തലമുറയ്ക്കും അത് ഏറ്റവും അനുഗ്രഹമാണ്. നിനക്ക് മാത്രമല്ല തലമുറയ്ക്ക് പെരിയൊരു ആശീർവാദത്തെ കൊണ്ടുവരും. മറ്റാർക്കുമില്ലാത്ത ജ്ഞാനം ബെസലേലിന് ദൈവം കൊടുത്തു. മറ്റുള്ള ഓരോരുവർക്കും കിടക്കാത്ത ജ്ഞാനത്തെ ദേവൻ ബെസലേലിന് കൊടുത്തു. ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ഇന്ന് രാത്രിയിലെ വേള യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ, നീ കാണാത്തതിന്റെ തലമുറ കാണട്ടെ. നീ കാണാത്ത കാര്യങ്ങളുള്ള തലമുറകൾ പാർക്കട്ടെ. നിനക്ക് ചെയ്യാൻ കഴിയാത്തതിന്റെ തലമുറയിലൂടെ ചെയ്തു വരട്ടെ. മുന്നാൽ ചെയ്യ മുടിയാത്തവരുടെ തലമുറകൾ മൂലമായി ചെയ്യട്ടെ. ആമേൻ. നിനക്ക് എത്താൻ കഴിയാത്ത മേഖലയിൽ നിന്റെ തലമുറകൾ എത്തിക്കേറട്ടെ. മുന്നാൽ ചെയ്യ പോക മുടിയാത്ത ഇടങ്ങളിൽ ഉള്ള തലമുറകൾ സെന്റ് ചേർവാറ്. ഒരു അഹരോനായി ഹൂരായി നമുക്ക് ചേർന്ന് നിൽക്കാം. ഒരു ആരോനായി ഊരായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഒരു അഹരോനായി ഹൂരായി നമുക്ക് ചേർന്ന് നിൽക്കാം. ഒരു ആരോനായി ഒരു ഊരായി നാം ചേർന്ന് നിൽപ്പോ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടഞ്ഞാട്ടെ. എല്ലാവരും കണ്ണുകളെ മൂടலாம். എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാം ജപിക്കണം. ശബരബ സന്തുരലല ബൗദ്ധിവിധിക ചസിയാർത്തന. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ശക്തമായി സ്മാർത്ഥന സതര പ്രപഞ്ചന ഉടജകൽക്കര പ്രഭം സദൽക്കരമന ഹത്തുര പ്രഭം. എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും അന്യഭാഷയിൽ പേശിയാ. എല്ലാവരും നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കണം. நீங்க ஜெபிக்கிறது உங்களுக்கு கேட்கணும். നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കണം. நீங்கள் ஜெபிக்கிறது உங்களுக்கு கேட்கணும். ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. இந்த ராத்திரி வேளை பரிசுத்தாவினோடு கூட பேசுகிறார். രോഗബന്ധനങ്ങളെ ഞാൻ അഴിക്കാൻ പോവുകയാണ്. உலக நட்புறவுகளை தேவன் அழிக்க போகிறார். വ്യാധി ബന്ധനത്തെ ദൈവം അഴിക്കാൻ പോവുകയാണ്. വ്യാധികളെ ദൈവൻ അഴിക്ക പോகிறாർ. ആ വ്യാധി ആ ബന്ധനത്തെ കർത്താവ് ഇന്ന് രാത്രി അഴിക്കുകയാണ്. വ്യാധിൻ കട്ടുകളെ ദൈവൻ അഴിക്ക പോகிறார். യേശുവിന്റെ നാമത്തിൽ നിന്നെ രോഗിയാക്കി കളയുവാൻ, ഉന്ന വ്യാധി ഉള്ളവർ മനുഷ്യനെ നിന്നെ കിടക്കയിലാക്കി വെക്കുവാൻ, പടുക്കയില മാറ്റുகிறதுக்கு, നിന്നെ ഒതുക്കി കളയുവാൻ, ഉന്ന പടുക്കയില ഒതുക്കി വയ്க்கிறதுக்கு പിശാച് നോക്കുന്ന പദ്ധതികൾ, പിശാച് എടുക്കുന്ന തിട്ടങ്ങൾ ഇന്ന് രാത്രി അഴിയണം. ഇന്ന് രാത്രി അഴിഞ്ഞു പോകട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു കാര്യത്തെ കൂടെ ചൊല്ലി ജപിക്കണം. ആമേൻ. ഫലം വിളയാതെ പൊഴിഞ്ഞ് താഴെ പോകരുത്. പഴം വിളയാതെ കീഴെ വിழுந்து പോകக்கூடாது. ഫലം വിളയാതെ പൊഴിഞ്ഞ് താഴെ വീണു പോകരുത്. പഴങ്ങൾ വിളയാതെ പഴുക്കാമ കീഴെ വിழுந்து പോകக்கூடாது. കാരണം ഫലം വിളഞ്ഞെങ്കിലേ അതുകൊണ്ട് ഗുണം ഉണ്ടാകത്തുള്ളൂ. അത് വിളഞ്ഞ് പഴുത്താൽ മാത്രമേ അതിനാൽ പ്രയോജനം ഉണ്ടാകൂ. ആമേൻ. എന്നാൽ പലപ്പോഴും ആമേൻ നന്മ പ്രാപിക്കേണ്ട സമയത്ത് നന്മ പ്രാപിക്കാൻ കഴിയാതെ, ചില നേരത്തിൽ നന്മകൾ പെറ്റുകൊള്ള വേണ്ട നേരത്തിൽ പെറ്റുകൊള്ളാമ, അതിന് മുൻപേ എന്തെങ്കിലും രോഗങ്ങളോ പ്രശ്നങ്ങളോ കൊണ്ടുവന്നിട്ട്, അതற்கு മുൻപായി ഏതോ പ്രശ്നങ്ങളോ വ്യാധികളോ കൊണ്ടുവന്ന് നിന്നെ ഒതുക്കാൻ നിൽക്കുന്ന ദുരാത്മ ശക്തിയെ, ഉരുടെ வாழ்க்கை முடிக்க நினைக்கிற பிசாசுடைய சந்தகார வல்லமைகளை കപ്പിലും ലിപ്പിനും ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെടുന്നത് പോലെ, அந்த കപ്പുക വായ്ക്ക് ഇടയിലോ ഇരിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് പോലെ, എത്തിപ്പിടിക്കേണ്ട സമയത്ത് എത്തിപ്പിടിക്കാൻ കഴിയാതെ, കൈ കെട്ടിയ ദൂരത്തിൽ ഇരിക്കുമ്പോൾ എത്തിപ്പിടിക്കാൻ முடியாம പോകുന്നത് നിന്റെ ജീവിതത്തെ ശൂന്യമാക്കാൻ നോക്കുന്ന, ഉരുടെ வாழ்க்கை നഷ്ടപ്പെടുത്താൻ നിனைக்கிற അദുഷ്ട വ്യാപാരങ്ങൾ, அந்த തന്ത്രങ്ങൾ, പിശാചുடைய തന്ത്രങ്ങൾ, പൈശാചിക മേഖലകൾ, അന്ധകാരത്തിന്റെ തന്ത്രങ്ങൾ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ രക്തത്തിൽ, യേശുവിൻ രക്തത്തിൽ ആ ബന്ധനങ്ങൾ അഴിയട്ടെ. அந்த കട്ടുകൾ അഴിഞ്ഞു പോകട്ടെ. കെട്ടു പൊട്ടട്ടെ. കട്ടുകൾ ഉടയുവதாக. യെസ് ലോർഡ്. ഹല്ലേലൂയ. റിഖാബാ ശാന്തുലരല ബൗതിബിരിയ റിഖാബാബാ ശാന്തുലരബല. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ രക്തത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ രക്തത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ രക്തത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ രക്തത്തിൽ ഇന്നു രാത്രി നിന്റെ ശരീരത്തെ ബന്ധിക്കുന്ന സകല രോഗ വ്യാധി ബന്ധനങ്ങൾ അഴിയട്ടെ, 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 അഴിയട്ടെ. இந்த ராத்திரி வேளையில உன் ஆளுகை செய்யுங்க வியாதிகள் பலவீனங்கள் அழியட்டும். ஷபரபரப ரிகலரபலபர ரிகலரபலப ശാന്തുരബലബസിയ ரிகலரபலப ശാന്തുരലബൗതിയ. ആമേൻ. പെയിനുകൾ മാറി പോകട്ടെ. കാല വലികൾ മാറി പോകട്ടെ. വലികൾ മാറി പോകട്ടെ. വലികൾ മാറി പോകട്ടെ. ജോയിന്റ് പെയിൻസുകൾ മാറി പോകട്ടെ. മുട്ടു വലികൾ മാറി പോകട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ആ രോഗത്തിന്റെ ദുരാത്മ മണ്ഡലം അഴിയട്ടെ. പിശാചിന്റെ വ്യാധികൾ ബലവീനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. യെസ്. സ്ട്രോക്കിനെ ക്യാൻസൽ ചെയ്യുന്നു. സ്ട്രോക്കിനെ ക്യാൻസൽ பண்ணுகிறேன். സ്ട്രോക്കിനെ ഇന്ന് രാത്രി ക്യാൻസൽ ചെയ്യുകയാണ്. സ്തോത്രം. ഇപ്പിടിപ്പെട്ട സ്തോത്രം വ്യാധികളെ സ്ട്രോക്ക് പോലെ വ്യാധികളെ ക്യാൻസൽ பண்ணுகிறேൻ. ബിപി ഹൈ ആക്കി സ്ട്രോക്ക് വരുത്താൻ നോക്കുന്ന, ബ്ലഡ് പ്രഷർ അധികപ്പെടുത്തി സ്തോത്രം ആ ദുഷ്ട പോരിനെ ഇന്ന് രാത്രി വെട്ടുകയാണ്. പിശാചിന്റെ തന്ത്രം ഉടയ്க்கிறோம். യെസ്. സ്ട്രോക്ക് സൗഖ്യമാകുന്നു. സ്ട്രോക്ക് ഇപ്പോൾ അത് പൈശാചിക പ്ലാൻ ചെയ്തത് ഇപ്പോൾ അഴിയുകയാണ്. പിശാച് തിട്ടമിട്ട ഇപ്പിടിപ്പെട്ട സ്ട്രോക്ക് പോലെ വ്യാധികൾ അഴിയുവதாக, അഴിയുകയാണ്, അഴിയുവதாக. ആ ബന്ധനം അഴിയുകയാണ്. കട്ടുകൾ അഴിയുവதாக. യെസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
Shaba ba 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 ba. Rika la raba ba ba shantura ba. Rika la raba ba 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 shatara ba. നെഞ്ചിനകത്ത വേദന സൗഖ്യമാകുന്നു. നെഞ്ചിലിരിക്കുന്ന വേദനകളെ ദേവൻ സുഖപ്പെടുത്തുകയാണ്. കുത്തി വലിക്കുന്നത് പോലുള്ള വേദന ഇപ്പോൾ സൗഖ്യമാകുന്നു. നെഞ്ചിലെ കുത്തിക്കൊണ്ടിരുന്ന വേദനകളെ ദേവൻ സുഖപ്പെടുത്തുകയാണ്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ സ്ട്രോക്കിനെ ക്യാൻസൽ ചെയ്യുന്നു. സ്ട്രോക്ക് ദേവൻ നിർമ്മൂലം ചെയ്യുകയാണ്. സ്ട്രോക്കിനെ ക്യാൻസൽ ചെയ്യുന്നു. സ്ട്രോക്ക് ദേവൻ നിർമ്മൂലം ചെയ്യുകയാണ്. യെസ്. ഹല്ലേലൂയ. റാഖബ ശാന്തുര ല റബൗതിയ ലംതുര ബല ബൗഷമർതര പ്രപഞ്ചന റിഖല റബ ശാന്തുര. ഓവർ ടെൻഷൻ, ഓവർ ടെൻഷൻ, അധികപ്പടിയാണ് മനസ്വേദന, ഓവർ ടെൻഷൻ, ബിപി ഹൈ ആക്കുന്ന മേഖലകളിൽ, അധികപ്പടിയാണ് ടെൻഷൻ, ബിപി, അതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ദുരാത്മ മണ്ഡലം, അതിന്റെ പിന്നാലെ വേല ചെയ്യുന്ന പിശാചിൻ തന്ത്രങ്ങൾ, അതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തി, അതിന്റെ പിന്നാലെ വേല ചെയ്യുന്ന പിശാചിൻ അന്ധകാരം ഇന്ന് രാത്രിയുടെ അഴിയുകയോ അഴിഞ്ഞു പോവதாக രാത്രി. ഹല്ലേലൂയ. ശബരബര ഹദുരബലബര റിഖല റബലബ ശാന്തുരല റബൗതിയ രാംസുദര പ്രവചന ഘടക മസിയാർത്ഥന ശാധാരാധാല ബറകമ രാംതുലവര. സ്ട്രോക്ക് ഇപ്പോൾ അത് ആ പ്ലാനിനെ ഇന്ന് രാത്രി കർത്താവ് അഴിക്കുകയാണ്. സ്ട്രോക്ക് കൊണ്ടുവരാൻ നിனைக்கிற പിശാചിന്റെ തിട്ടങ്ങളെ ദേവൻ അഴിച്ചു പോടുകയാണ്. ആ പിശാചിന്റെ പ്ലാനിനെ ഇപ്പോൾ പൊട്ടിക്കുകയാണ്. പിശാച് அப்படி வைத்திருக்கிற തിട്ടങ്ങളെ ദേവൻ അഴിയട്ടെ, 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 കെട്ടു പൊട്ടട്ടെ, അഴിയട്ടെ, അഴിയട്ടെ, ആ കെട്ടു പൊട്ടട്ടെ. യെസ്, 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 കെട്ടുകൾ യെസ്. ഉടയുവதாக. Shaba raba raba raba. Healing for by your stripes we are healed. അങ്ങയുടെ അടിപ്പിണരാൽ ഞങ്ങൾക്ക് സൗഖ്യം, സൗഖ്യം, സൗഖ്യം. യെസ്, 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 യെസ് ലോർഡ്. ആ കെട്ടടിയട്ടെ, ആ കെട്ടടിയട്ടെ, ആ ബന്ധനം പൊട്ടട്ടെ. യെസ്. Shabara bara jana dhura bara shikara la raba shandura la raba rikala raba shandura bara. ഈ സ്ട്രോക്ക് വരുമെന്ന് ഭയമുള്ളവർ പ്രാർത്ഥിച്ചാണ്. സ്ട്രോക്ക് വരുங்கிற பயம் உள்ளவர்கள், നിന്റെ അകത്ത് നിനക്ക് തോന്നുകയാണത്, ഉനക്കുള്ള இப்படி தோன்றுகிறது, എനിക്ക് അങ്ങനെ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു. എനിക്ക് இப்படி സ്ട്രോക്ക് മാറി ഏതോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു. പക്ഷേ ഇന്ന് രാത്രിയില്, ഇന്ന് രാത്രി വേളയിൽ, ഇന്ന് രാത്രിയില് സ്വർഗ്ഗത്തിലെ ദൈവം, പരലോകത്തിൻ ദേവൻ ആ കെട്ടിനെ അഴിച്ചു വിടുകയാണ്. அந்த കെട്ടുകളെ ഉടൈத்து പോടുകയാണ്. Let him loose. ആ കെട്ട് അഴിയട്ടെ, കെട്ട് അവിഴുവதாக, ലൂസ് ആകട്ടെ. ഹല്ലേലൂയ. കെട്ട് അവിഴുവதாக. യെസ്, യെസ്. ലാബ്ര ഹസ്മർഥര പ്രഭം ജനധുര ബൗധിയ റംഷദര വൈഷ്മർഥര പ്രഭ സിഖാരിഗാദന അർജമന ഹദുര പ്രഭം ജനന്ധര റീകാല. പിശാചിന്റെ പ്രൊഡക്റ്റ് നിനക്ക് വേണ്ട, പിശാചിന്റെ കാര്യങ്ങൾ നമുക്ക് വേണ്ട, പിശാചിന്റെ സാധനങ്ങൾ നമുക്ക് വേണ്ട, പിശാചിന്റെ കാര്യങ്ങൾ സാധനങ്ങൾ നമുക്ക് വേണ്ട. ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്, ഇത് ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആലയം. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം, യേശുവിന്റെ നാമത്തിൽ സുഖം. യെസ് ലോർഡ്. ഹല്ലേലൂയ. എന്റെ അകത്ത് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ബോധ്യം, എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്ന ഒരു ഉണർവ്, നമ്മളുടെ വെച്ചിരിക്കുന്ന ദൈവദാസന് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. നമുക്ക് ദേവൻ തന്നിരിക്കുന്ന ഊഴിയക്കാരെ ജപിക്കപ്പെടാം. നിങ്ങളുടെ കരങ്ങളെല്ലാം ഈ പാസ്റ്റർ മേലോട്ട് നീട്ടിയാട്ടെ. നിങ്ങളുടെ കരങ്ങളെല്ലാം പാസ്റ്ററിന് നേരെ നീട്ടി. ദൈവം ഈ ദേശത്തേക്ക് ഈ ദൈവ മനുഷ്യനെ കൊണ്ടുവന്നു. ദേവൻ പട്ടണത്തിൽ ദൈവന്റെ ഊഴിയക്കാരെ കൊണ്ടുവന്നു. തന്നെ കുടുംബമായി ദൈവം കൊണ്ടുവന്നു. തന്റെ ഊഴിയക്കാരെ പോലെ കൊണ്ടുവന്നു. അവര് കഷ്ടപ്പെട്ട് കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അവർ കഷ്ടപ്പെട്ട് ദേവനുക്കായി നിന്നതിനാൽ നാം പിழைത്തിരിக்கிறோம். രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ദീർഘായുസ്സ് കൽപ്പിക്കുന്നു, ദീർഘായുസ്സ് കൊടുക്കുകയാണ്, ദീർഘായുസ്സ് കൽപ്പിക്കുന്നു. ദീർഘായുസ്സ് ദേവൻ കൊടുക്കുകയാണ്. സഭ ചോദിച്ചാൽ ദൈവം ചെയ്യും, സഭ കേട്ടാൽ ദേവൻ ചെയ്യുവാൻ, സഭ ചോദിച്ചാൽ ദൈവം ചെയ്യും, സഭ കേൾക്കുമ്പോൾ ദേവൻ ചെയ്യുകയാണ്. നിങ്ങളൊരു അനുഗ്രഹത്തിന്റെ വാചകം ഈ ദൈവ മനുഷ്യനെ നോക്കി പറഞ്ഞാട്ടെ. ഒരു ആശീർവാദത്തിന്റെ വാർത്തകൾ ദേവൻ മനുഷ്യർക്ക് ചൊല്ലുക. ദീർഘായുസ്സ്, ദീർഘായുസ്സ് രോഗബന്ധനങ്ങളെ അഴിക്കുന്നു, വ്യാധി കെട്ടുകൾ അഴിപ്പോ, രോഗബന്ധനങ്ങളിടുന്ന പൈശാചിക പ്ലാനിനെ പൊട്ടിക്കുന്നു. വ്യാധി കെട്ടുകൾ പിശാചിന്റെ തന്ത്രങ്ങൾ ഉടയുവதாக. ഷുഗർ തൊട്ടുപോകരുത്, ഷുഗർ തൊടக்கூடாது, ബിപി തൊട്ടുപോകരുത്, ബിപി തൊടக்கூடாது, ഹാർട്ട് ഇഷ്യൂ തൊട്ടുപോകരുത്, ഹാർട്ട് ഇഷ്യൂ വരக்கூடாது. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മോശയെ പോലെ 120 വയസ്സിലും 120 വയസ്സിലും കണ്ണ് കാണുന്നവനായി, കൺ പാർവയുള്ള ക്ഷീണമില്ലാത്തവനായി,
തളർവില്ലാത്തവരായി നിൽക്കുന്ന ദൈവിക അഭിഷേകം. നിൽക്കக்கூடிய தேவனுடைய அபிஷேகம். Yes, yes, yes. Hallelujah. ആ രോഗക്കെട്ട് അഴിയട്ടെ. அந்த வியாதியின் கட்டுகள் ആ அழிவதாக. രോഗക്കെട്ട് അഴിയട്ടെ. வியாதியின் கட்டுகள் அழிவதாக. Yes. Hallelujah. Ah. Hallelujah. 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 Shabara bara bara. Rikara bara bara bara. Dirkais. Long life. Dirkais. 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 Yes. Dirkais. Dirkais. Dirkais ഉണ്ടാകട്ടെ. Dirkais. Yes. Yes, yes. തന്റെ കുടുംബത്തിന് മേൽ ദീർഘായുസ്. അവരുടെ കുടുംബത്തിന് ദീർഘായുസ്. ആന്റിയുടെ മേൽ ദീർഘായുസ്. ആന്റിയുടെ മേൽ ദീർഘായുസ്. തലമുറകളുടെ മേൽ ദീർഘായുസ്. തലമുറകളുടെ മേൽ ദീർഘായുസ്. പാസ്റ്ററുടെ മേൽ ദീർഘായുസ്. പാസ്റ്ററുടെ മേൽ ദീർഘായുസ്. Yes. Yes. Hallelujah. Hallelujah. Ta 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 la rabaka la bara. Dika la raba shantuna la bara bara. Yes, yes, yes. ഒരു സ്ട്രോക്കിനും തൊടാൻ കഴിയത്തില്ല. എന്ത് സ്ട്രോക്ക് അവരെ തൊടக்கூடாது. ഒരു ഹാർട്ട് അറ്റാക്കിനും തൊടാൻ കഴിയത്തില്ല. ഹാർട്ട് അറ്റാക്ക് അവരെ തൊടக்கூடாது. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. ശൈതാനത ബൗദ്ധിവിധി. നാരാമ ജൂഡിവിധി ഹസ്പർതല പ്രപഞ്ചനാദിയ. ശിഖലാല ബലബല ബൗഷമർത്തനഗസിയ. Oh, hallelujah, hallelujah. Hallelujah, hallelujah. Yes, yes. ദൈവം വൻ കാര്യങ്ങളെ ചെയ്തതിനായി സ്തോത്രം. ദേവൻ വലിയ കാര്യങ്ങൾ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. യേശുവിൻ നാമത്തിൽ കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ.